ഞാൻ 3 പ്രാവശ്യം MLA ആയി. 4 തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ മത്സരിച്ചു. പിന്നെയും ഞാൻ തന്നെ അവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങുക, ആ സ്ഥാനത്തിൻ്റെ പിന്നാലെ നടക്കുക, അതിനുവേണ്ടി ബഹളം വെക്കുക, അത് എത്രമാത്രം എന്നെ ചെറുതാക്കും. ഞാൻ കൂടുതൽ ശത്രുക്കളെ ഉണ്ടാക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഇതെല്ലാം എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ ശത്രുക്കളുടെ എണ്ണം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ റിട്ടയർമെൻറ്റ് പ്രായപരിധി വെക്കുന്നുണ്ട്, യോജിക്കുന്ന ആളല്ല. പക്ഷേ എൻ്റെ പാർട്ടി അങ്ങനെ തീരുമാനമെടുത്തു. അതുകൊണ്ട് 75 വയസ്സ് കഴിഞ്ഞവരെല്ലാം പലരും പ്രവർത്തന രംഗത്ത് തന്നെ പിന്നോട്ട് പോയി. ഒഴിവാക്കപ്പെട്ടതിൽ എനിക്ക് പരിഭവമില്ല. കാരണം ഞാൻ എൻ്റെ പ്രവർത്തനം പരിമിതപ്പെടുത്താൻ സ്വമേധയാ തന്നെ ആഗ്രഹിക്കുകയാണ്. അത് എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു. പ്രസിദ്ധീകരിക്കാൻ പാടില്ലാത്ത, ഇപ്പോൾ പ്രസിദ്ധീകരിക്കാൻ വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളടങ്ങിയിട്ടുള്ള എല്ലാം എഴുതി രേഖപ്പെടുത്തി അത് ഭദ്രമായി പ്രസിദ്ധീകരിക്കാൻ കഴിയത്തക്ക നിലയിലുള്ളൊരു സാഹചര്യത്തിൽ പ്രസിദ്ധീകരിക്കാൻ കഴിയുന്നവരുടെ കൈവശം ഏൽപ്പിക്കും. ഇനി പുതിയ ആളുകൾക്ക് വഴി മാറിക്കൊടുക്കുക, പുതിയ ആളുകളെ പ്രൊമോട്ട് ചെയ്യുക, പുതിയ കേഡർമാരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് പാർട്ടിയോട് നമുക്ക് ചെയ്യാനുള്ള ഒരു ചുമതല. ഓരോരുത്തരുടെയും ആഗ്രഹത്തിനനുസരിച്ച് തീരുമാനങ്ങളെടുക്കാൻ പുറപ്പെട്ടാൽ പാർട്ടിക്ക് പാർട്ടിയായി പ്രവർത്തിക്കാൻ കഴിയാതെ വരും. ശോഭ ഗ്രൂപ്പിൻ്റെ ഹൗസിംഗ് ഇതിൽ എനിക്ക് അവിടെ വീടുണ്ടെന്ന് വരെ പറഞ്ഞിട്ടില്ലേ, അതൊന്നും ഞാൻ വില വെക്കാറില്ല. പിന്നെ ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞാൽ PR വർക്കും സോഷ്യൽ മീഡിയയും അതിനകത്തില്ലാത്ത മാഹാത്മ്യങ്ങളൊക്കെ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ശീലം. ശ്രീ EP ജയരാജൻ, CPIM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, മുൻ മന്ത്രി, മുൻ MLA, അതിലപ്പുറം ജനങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ജയരാജേട്ടൻ. ഞാൻ ആദ്യം തന്നെ വളരെ ഒരു ലളിതമായൊരു ചോദ്യം ചോദിക്കാം. ഇതിപ്പോൾ നമ്മുടെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഒരു കേളികൊട്ട് ഉയർന്നു കഴിഞ്ഞു. പക്ഷേ ഈ ഒരു അവസരത്തിൽ EP ജയരാജൻ എന്ന നേതാവ് അത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ EP വേണ്ട രീതിയിൽ പൊതുവേദികളിൽ എത്തുന്നില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്, മറ്റു പലർക്കും തോന്നിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച്? കഴിഞ്ഞ 5 വർഷക്കാലമായി ഞാൻ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ചുമതലയും വഹിക്കുന്നില്ല. MLA-യോ മറ്റേതെങ്കിലും സ്ഥാനങ്ങളോ കഴിഞ്ഞ 5 വർഷക്കാലമായി വഹിക്കുന്നില്ല. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർട്ടി പ്രവർത്തനം മാത്രമാണ്. അതിൻ്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ പൊതുരംഗത്ത് താരതമ്യേന എൻ്റെ സാന്നിധ്യം കുറഞ്ഞു കാണുന്നത്. അത് സ്വാഭാവികമാണ്. ഞാൻ കഴിഞ്ഞ മന്ത്രിയായതിനു ശേഷം 5 വർഷം പിന്നിട്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇല്ല. അത് സ്വാഭാവികമായി ഞാൻ 2-3 തവണ മത്സരിച്ച് ജയിച്ച് 3 പ്രാവശ്യം MLA ആയി, മന്ത്രിയായി. ഇനി പുതിയ ആളുകൾക്ക് വഴി മാറിക്കൊടുക്കുക, പുതിയ ആളുകളെ പ്രൊമോട്ട് ചെയ്യുക, പുതിയ കേഡർമാരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് പാർട്ടിയോട് നമുക്ക് ചെയ്യാനുള്ള ഒരു ചുമതല. ആ ചുമതലയുടെ ഭാഗമായി പുതിയ കേഡർസ് വരുന്നുണ്ട്, അവർ കാര്യം ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ പ്രവർത്തന രംഗം ചുരുക്കത്തിൽ പാർട്ടി പ്രവർത്തന രംഗത്ത് മാത്രമാണ്, സംഘടനാ പ്രവർത്തന രംഗത്ത് മാത്രമാണ്. അത്യാവശ്യം പാർട്ടി പൊതുയോഗങ്ങളിൽ കാണാം. അതുകൊണ്ടാണ് ഒരു MLA എന്നുള്ള നിലയിൽ, MP എന്നുള്ള നിലയിൽ ഉദ്ഘാടന വേദികൾ, പരിപാടികളിൽ ഒക്കെ വരുന്നത് പോലെ സ്വാഭാവികമായി ഞാനുണ്ടാകില്ല. അതുകൊണ്ടുള്ള കുറവാണ് കാണുന്നത്, സ്വാഭാവികമാണ്. ഒരു പാർലമെൻ്ററി രാഷ്ട്രീയം ഇനി വേണ്ട എന്ന് നേരത്തെ കഴിഞ്ഞ തവണ 2016 മന്ത്രിയായിരുന്നു, പിന്നെ 2021 താങ്കൾ മത്സരരംഗത്തുണ്ടായിരുന്നില്ല. പാർലമെൻ്ററി രംഗം ഇനി വേണ്ട എന്ന് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞോ? അതെ, കാരണം എന്താ വെച്ചാൽ ഞാൻ 3 പ്രാവശ്യം MLA ആയി. 4 തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ മത്സരിച്ചു. പിന്നെയും ഞാൻ തന്നെ അവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങുക, ആ സ്ഥാനത്തിൻ്റെ പിന്നാലെ നടക്കുക, അതിനുവേണ്ടി ബഹളം വെക്കുക, അത് എത്രമാത്രം എന്നെ ചെറുതാക്കും. അവിടെ ഞാൻ അത്തരത്തിൽ ഒരു പാർട്ടിക്ക് പൊതുവെ എത്രയോ പാർട്ടി കേഡർമാർ, ഉയർന്ന കേഡർമാരുള്ളൊരു പ്രസ്ഥാനമാണിത്. എത്രയോ ആളുകളുണ്ട്, അവർക്കൊരു വഴിമാറി കൊടുക്കണ്ടേ? അത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ എടുത്തത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് പൂർണ്ണമായും ഞാനില്ല എന്ന്, കാരണം അത് ഒരു ശരിയായ വഴിയാണ്, ഞാനില്ല. അതുകൊണ്ട് പുതിയ ആളുകളെ വരാൻ സാധിച്ചു, പുതിയ ആളുകൾ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടു. അതൊരു ഗുണകരമായ മാറ്റമാണ്. ഞാനിത് എടുത്തു ചോദിക്കാൻ കാരണം, കഴിഞ്ഞ മാതൃഭൂമി.com-ആയിട്ടുള്ളൊരു അഭിമുഖത്തിൽ താങ്കളോടൊപ്പം മന്ത്രിയായിരുന്ന ആലപ്പുഴയിലെ G. സുധാകരൻ പറഞ്ഞത് അദ്ദേഹത്തിന് മത്സരിക്കാനൊരു ആഗ്രഹമുണ്ട്, അദ്ദേഹം MA BBA ആ ആഗ്രഹം അറിയിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഒരു 2 ടേം വ്യവസ്ഥയിലാണല്ലോ 1ാം പിണറായി സർക്കാരിൽ താങ്കൾ ഉൾപ്പെടെയുള്ള പല സീനിയർ നേതാക്കന്മാരും മാറി നിൽക്കുന്നത്. G. സുധാകരൻ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചായി താങ്കൾ അറിഞ്ഞിരുന്നു? എൻ്റെ ശ്രദ്ധയിലതില്ല. സാധാരണഗതിയിൽ ആഗ്രഹമൊന്നും പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. പാർട്ടിയിൽ അങ്ങനെ ഓരോരുത്തരുടെയും ആഗ്രഹത്തിനനുസരിച്ച് തീരുമാനങ്ങളെടുക്കാൻ പുറപ്പെട്ടാൽ പാർട്ടിക്ക് പാർട്ടിയായി പ്രവർത്തിക്കാൻ കഴിയാതെ വരും.
ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ധാരണ എനിക്ക് നല്ലതുപോലെയുണ്ട്. ആ ധാരണ വെച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതവും പാർട്ടി പ്രവർത്തനവും രൂപപ്പെടുത്തുന്നത്. മറ്റ് പലരും എങ്ങനെ ചിന്തിക്കുന്നതെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. പലപ്പോഴും ഈ ഒരു 2 ടേം MLA ആയവർ മാറി നിൽക്കുക എന്നുള്ള ഒരു കർശനമായ ഒരു വ്യവസ്ഥയായിരുന്നല്ലോ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് 2021. പക്ഷേ പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കേൾക്കുന്നത് പലർക്കു വേണ്ടിയും ഈ ടേം ഈ വ്യവസ്ഥ പിന്നെ മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ അല്പം ചില വെള്ളം ചേർക്കലുകൾ നടത്തിയിട്ടുണ്ട് എന്ന്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പൊതുവായി പാർട്ടി ചർച്ച ചെയ്ത് അംഗീകരിച്ചു വന്നൊരു കാര്യം, പാർട്ടിയുടെ ഒരു തീരുമാനമായി വന്നത് തുടർച്ചയായി 2 ടേം മത്സരിച്ചവർ ഇനിയും മത്സരിക്കേണ്ടതില്ല. ആ നിലപാട് പാർട്ടി പൊതുവെ അംഗീകരിച്ചു, ഞാനും അംഗീകരിച്ചു. ഇപ്പോൾ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളൊരു കാര്യം അത് തന്നെയാണ്, ആ മാനദണ്ഡം തന്നെയാണ്. പക്ഷെ ഒരു കാര്യം അതിൽ ഒരു നിർദ്ദേശം കൂടി വന്നത്, ആ മാനദണ്ഡം പാലിക്കുമ്പോൾ തന്നെ നമുക്ക് ജയിച്ചു വരണം. ജയിച്ചു വരാനുള്ള ആളുകളെ വേണം സ്ഥാനാർത്ഥിയാക്കാൻ. ഏതെങ്കിലും സാഹചര്യങ്ങളിൽ 2 ടേം പൂർത്തിയാക്കിയെന്ന കാരണത്താൽ അവിടെയുള്ള ജനപ്രതിനിധി മാറേണ്ടി വന്നാൽ ആ മണ്ഡലം നമുക്ക് നഷ്ടപ്പെടുമെങ്കിൽ അത്തരം കാര്യങ്ങൾ പുനഃപരിശോധന നടത്തണം. അത് പൊതുവായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു ഇളവ് കൊടുക്കണമെങ്കിൽ ഇളവ് കൊടുക്കുന്നതിൽ തെറ്റില്ല, ഇളവ് കൊടുക്കാം എന്നൊരു പൊതു നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും EPയെ പോലെയുള്ള വളരെ ആക്റ്റീവായിട്ട് അണികൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു നേതാവ് വല്ലാതെ ഉൾവലിഞ്ഞു പോകുന്നു എന്ന് ഒരു തോന്നൽ പലരും പ്രകടിപ്പിച്ച് കണ്ടിട്ടുണ്ട്. EP ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള ഒരു സ്ഥാനത്ത് ഇരിക്കുമ്പോൾ തന്നെ ഒരു പൊതുവേദികളിൽ EPയെ വേണ്ടത്ര കാണുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം സ്വമേധയാ ഒരു ഉൾവലിയൽ ഇതിലേക്ക് നീങ്ങുന്നു എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്ത് പറയും? അതെന്തുകൊണ്ടാണ് തോന്നിച്ചാൽ, ഇപ്പോൾ മന്ത്രിമാർ, MLA മാർ ദൈനംദിനമായി പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നവരാണ്. ഞങ്ങളങ്ങനെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന ആ പട്ടികയിൽ വരുന്നില്ല. അതുകൊണ്ട് സ്വാഭാവികമായി ഇങ്ങനൊരു തോന്നലുണ്ടാകാം. ഞാൻ നിർവഹിക്കേണ്ട ചുമതല നിർവഹിക്കുക എന്നുള്ളതിലാണ് ഞാനിപ്പോഴുള്ളത്. ആ ചുമതല കൃത്യമായി നിർവഹിച്ചു വരുന്നു. അതിൽ കുറവൊന്നും വരുത്തിയിട്ടില്ല. ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ആ ഉത്തരവാദിത്വം നിർവഹിച്ച് പ്രവർത്തിച്ചു വരികയാണ്. അതിലൊരു കുറവ് വരാതിരിക്കാൻ ഞാൻ സദാ ജാഗ്രതയോടുകൂടി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ നിരീക്ഷിക്കുന്നവർക്ക് അങ്ങനെ തോന്നിയേക്കാം, പല അഭിപ്രായങ്ങളും അങ്ങനെ ഉണ്ടായേക്കാം. അതെല്ലാം സ്വാഭാവികമായി ഉണ്ടാകുന്ന ഘടകം മാത്രമാണ്. ഞാനിത് എടുത്തു ചോദിക്കാൻ കാരണം, EP ജയരാജൻ LDF കൺവീനറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ താങ്കൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ വേണ്ടത്ര അതിൽ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണത്രേ, ഇത് എൻ്റെ വാദമല്ല, അങ്ങനെ ഒരു ക്യാമ്പയിൻ കണ്ടിരുന്നു. താങ്കൾ ആ സ്ഥാനം മാറി പുതിയ ഒരു സഖാവ് TP രാമകൃഷ്ണൻ ആ സ്ഥാനത്തേക്ക് വന്നത്. അങ്ങനെ ഒരു ആക്ഷേപത്തിന് എന്തായിരുന്നു പശ്ചാത്തലം? അത് തികച്ചും വാസ്തവവിരുദ്ധമായിട്ടുള്ളതാണ്. ഞാനങ്ങനെ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ആ സ്ഥാനത്ത് ഞാൻ മാറിയത് എന്ന് ഇന്ന് വരെ ഒരു പാർട്ടി കമ്മിറ്റിയിലോ എവിടെയെങ്കിലോ ഉയർന്നു വന്ന പ്രശ്നമേ അല്ല. അത് അങ്ങനെ സംഭവിച്ചു. ഞാനതങ്ങനെ സംഭവിച്ചുകൊണ്ട് എനിക്കതിൽ പരിഭവമോ എനിക്ക് പ്രയാസങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ പ്രവർത്തന രംഗത്തുള്ള കുറവ് കൊണ്ടാണെന്ന് മുന്നണിയിലെ ഏതെങ്കിലും ഘടക പാർട്ടികളോ പാർട്ടിയുടെ ഏതെങ്കിലും ഘടകങ്ങളോ അങ്ങനെ അഭിപ്രായങ്ങളേ പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ മുന്നണിയുടെ ചുമതലക്കാരെന്നുള്ള നിലയിൽ കുറേ കൂടി ഞാനന്ന് ആക്റ്റീവായിരുന്നു. എന്തോ സാഹചര്യങ്ങളെ പിന്നീട് ഒഴിവാക്കപ്പെട്ടതിൽ എനിക്ക് പരിഭവമില്ല. കാരണം ഞാൻ എൻ്റെ പ്രവർത്തനം പരിമിതപ്പെടുത്താൻ സ്വമേധയാ തന്നെ ആഗ്രഹിക്കുകയാണ്. സ്വമേധയാൽ എനിക്ക് കഴിയാവുന്ന മാത്രം ചുമതല ഏറ്റെടുക്കുക, അത് ഭംഗിയായി നിർവഹിക്കുക എന്നുള്ള നിലയിലേക്ക് ഞാൻ ചിന്തിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്കതിന് ആക്ഷേപങ്ങളോ പരിഭവങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആരോടും പരിഭവം പറയേണ്ട കാര്യവും എനിക്കില്ല. കാരണം ഞാൻ അതിനൊന്നും ഇങ്ങനെ ഒരു ആക്ഷേപം പറഞ്ഞ് എന്തെങ്കിലും ഒരു സ്ഥാനമാനം നേടാൻ ആഗ്രഹിക്കുന്ന ആളേ അല്ല. അതുകൊണ്ട് ഞാനതിൻ്റെ പിന്നാലെ പോയിട്ടില്ല. അല്ല, അത് എല്ലാവർക്കും അറിയുന്നതാണ്. താങ്കൾ ഏതെങ്കിലും ചോദിച്ച് വാങ്ങിക്കും എന്നുള്ള ഒരാളല്ല. ഈ പറയുന്നത് തികച്ചും വാസ്തവവിരുദ്ധമാണ്. അങ്ങനെ എൻ്റെ പ്രവർത്തന രംഗത്തുള്ള കുറവുകൊണ്ടാണെന്ന് ഒരു പാർട്ടി കമ്മിറ്റിയും ചർച്ച ചെയ്തിട്ടില്ല, ഒരു പാർട്ടി കമ്മിറ്റിയും പറഞ്ഞിട്ടില്ല. എൻ്റെ മുമ്പാകെയും ഒരാളും ഇന്ന് വരെ പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്. ഞാൻ വളരെ ആക്റ്റീവായിരുന്നു. പക്ഷേ പല പാർട്ടി കോണുകളിൽ നിന്നും, പാർട്ടിയുടെ പല
അത് പാർട്ടി വിരുദ്ധന്മാർ പാർട്ടി ശത്രുക്കൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രചാരണത്തിൻ്റെ ഭാഗമായിരിക്കും അത്. അതല്ലെങ്കിൽ പാർട്ടി നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു പ്രചാരണത്തിൻ്റെ ഭാഗമായിരിക്കും അത്. അങ്ങനെ ഒരു പ്രചാരണം ഉണ്ടെങ്കിൽ അതിൻ്റെ എന്തായിരുന്നു, അതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ്? എനിക്കങ്ങനെ ഒരു പ്രചരണത്തിൻ്റെ മുമ്പാകെ ചെന്ന് അതിനെ പ്രതിരോധിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ സത്യസന്ധമായി കൃത്യനിഷ്ഠതയോടുകൂടി ചെയ്യുന്നു. അതുകൊണ്ട് എനിക്ക് പോയി ആരെങ്കിലും സ്ഥാപിക്കേണ്ടതോ തെളിയിക്കേണ്ടതോ പ്രശ്നം എൻ്റെ മുമ്പിലില്ല. ഞാൻ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ആരുടെയും തെളിവ് കൊടുക്കേണ്ട കാര്യവും എനിക്കില്ല. ഞാൻ എൻ്റെ ദൗത്യം കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. പിന്നെ ഞാനതിന് ഒരു തെളിവുമായിട്ട് ഈ പത്രക്കാരുടെയും മറ്റും മുമ്പിൽ പോകേണ്ട കാര്യം എനിക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് രംഗത്ത് EP വളരെ സജീവമായി തന്നെ ഉണ്ടാവില്ലേ? ഞാൻ കഴിഞ്ഞ 5 കൊല്ലക്കാലമായി തുടരുന്ന നിലയുണ്ട്. ഞാൻ ഔദ്യോഗികമായിട്ട് ഇത്തരത്തിലുള്ള സ്ഥാനമാനങ്ങളിൽ ഒന്നുമില്ല, ഒരു സ്ഥാനത്തുമില്ല. ഇനി MLA മാത്രമല്ല, ഒരു ഔദ്യോഗിക സ്ഥാനത്തും ഞാനില്ല. ഞാൻ പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നില മാത്രമേ എനിക്കിപ്പോഴുള്ളൂ. ആ നില വെച്ചുകൊണ്ട് തന്നെ ഞാൻ പ്രവർത്തിക്കുന്നു. ഇനി അങ്ങോട്ടും അതുപോലെ പ്രവർത്തിക്കും. എന്തെങ്കിലും ഒരു നിരാശാബോധം ഉണ്ടോ? എനിക്ക് നിരാശാബോധത്തിൻ്റെ കാര്യം നിരാശപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. പലതിനോടും വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായേക്കാം, പക്ഷേ നിരാശ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. നിരാശ നമ്മുടെ പ്രവർത്തനത്തിന് വലിയ ബലഹീനതയുണ്ടാക്കും. നമുക്ക് വിമർശനങ്ങളുണ്ട് പലതും. ആ വിമർശനങ്ങൾ, എനിക്കുള്ള വിമർശനങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് പരസ്യമായി മാധ്യമങ്ങളെ വിളിച്ചോ മറ്റുള്ളവരെ വിളിച്ചോ ഇങ്ങനെ എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ആക്ഷേപം ഉന്നയിക്കുകയോ പറയുകയോ ചെയ്യുന്ന രീതി എനിക്കില്ല. ഈ നേരത്തെ ഒരു അല്പം തമാശയായിട്ട് ആൾക്കാർ പറയും, കോൺഗ്രസിൽ ഉമ്മൻചാണ്ടിയും CPMൽ EP ജയരാജനുമാണ് ആ രണ്ട് സംഘടനകളുടെയും ഫണ്ട് റേസർമാർന്ന്. കാരണം പ്രവർത്തന ഫണ്ട് സമാഹരിക്കുന്നതിലൊക്കെ ഏറ്റവും സജീവമായി നിൽക്കുന്ന 2 പേർ ഉമ്മൻചാണ്ടിയും ജയരാജനുമാണെന്ന് പറയാറുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടായിരുന്നു? ഒരു വാസ്തവുമില്ല. അതിൽ ഒരു വാസ്തവുമില്ലാത്ത കാര്യങ്ങളാണ്. എന്ത് ഫണ്ട് റേസ്? അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരാളും വ്യക്തിപരമായി ഫണ്ട് റേസ് ചെയ്യാറില്ല. ഞങ്ങൾക്ക് നല്ല ബന്ധങ്ങളുണ്ട് നാട്ടിൽ. അതുകൊണ്ട് എന്തെങ്കിലും പൊതു ആവശ്യങ്ങൾ വരുമ്പോൾ എല്ലാവരെയും സമീപിക്കാൻ പാർട്ടി ഒന്നിച്ച് മറ്റ് സഖാക്കളോടൊപ്പം ഒന്നിച്ച് പോകും, ഒന്നിച്ച് ഫണ്ട് കളക്ട് ചെയ്യും എന്നുള്ളതല്ലാതെ മറ്റ് പാർട്ടിയിൽ ഫണ്ട് കളക്ടർമാർ ഫണ്ടിങ്ങനെ അങ്ങനെ ഒരു രീതിയൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല. ഇതിലിങ്ങനെ തെറ്റായിട്ടുള്ള കുറേ ധാരണകളും പ്രചരണങ്ങളുമാണ്. അല്ല, അങ്ങനെയുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് മുമ്പ് ദേശാഭിമാനിക്ക് പാലോറ മാതയുടെ ആട്ടിൻകുട്ടി കൊടുത്തു എന്നൊക്കെ പറയുന്നത്. EP ജയരാജൻ സാന്റിയാഗോ മാർട്ടിന് ബോണ്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമ്പാരിസൺ വന്നിട്ടുണ്ടായിരുന്നു. അത് എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ? ദേശാഭിമാനിക്ക് അന്ന് ഫണ്ടില്ല, പൈസയില്ല, കടമാണ്. അന്ന് ഞങ്ങൾ പലപ്പോഴും പ്രിൻറ്റിങ് പേപ്പർ വാങ്ങിയത് കടമായിട്ടാണ്. മറ്റ് പത്രമാഫീസിൽ പോയി വായ്പ വാങ്ങിക്കൊണ്ടൊരു പത്രം അച്ചടിച്ചിട്ടുണ്ട്. അങ്ങനെ സാമ്പത്തികമായി ഞെരുങ്ങുമ്പോൾ ഞങ്ങൾക്ക് പരസ്യം തന്നുകൊണ്ടിരിക്കുന്നവരിൽ നിന്ന് അവർക്കുടെ പരസ്യത്തിൽ വരും കാലങ്ങളിൽ വകവെച്ച് കൊടുക്കാമെന്നുള്ള നിലയിൽ വായ്പയായിട്ട് അവരിൽ നിന്ന് വാങ്ങി എന്നുള്ളൊരു സത്യസന്ധമാണ്. ഞങ്ങൾ കുറേ പരസ്യം തരുന്ന ആളാണ് ഈ ലോട്ടറി. ആ ലോട്ടറിയുടെ ഉടമയിൽ നിന്ന് ഞങ്ങൾ ഫണ്ട് വാങ്ങിയിട്ടുണ്ട്. അത് ഒരാളിൽ നിന്ന് മാത്രമല്ല, പലരിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്. അത് രഹസ്യമായിട്ടോ സ്വകാര്യമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വളഞ്ഞ വഴിയിലൂടെ അല്ലല്ലോ. ഞാൻ വളരെ സത്യസന്ധമായി ബാങ്ക് ടു ബാങ്ക്, അക്കൗണ്ടിലേക്ക് കൃത്യമായി വാങ്ങി അക്കൗണ്ടിൽ കാണിച്ച് ഇങ്ങനൊരു പൈസ വാങ്ങിയതിൽ എന്താ തെറ്റ്? ആരാ അങ്ങനെ പൈസ വാങ്ങാത്തവർ? സാന്റിയാഗോ മാർട്ടിൻ്റെ പരസ്യം കൊടുക്കാത്ത ഏത് പത്രമാണ് ഉള്ളത്? ഇതിനേക്കാൾ ഏതെല്ലാം പരസ്യം കൊടുക്കുന്നുണ്ട്? മദ്യത്തിൻ്റെ പരസ്യം കൊടുക്കുന്നില്ലേ? ഏതെല്ലാം പരസ്യം കൊടുക്കുന്നുണ്ട്? ഇത് അദ്ദേഹത്തിന് പരസ്യം കൊടുക്കുന്ന വകയിൽ അഡ്വാൻസായി പൈസ വാങ്ങി. എല്ലാം റെക്കോർഡില്ല. അതിനകത്താ തെറ്റ്? പക്ഷേ ഞാൻ അന്ന് ഉന്നയിച്ച പ്രശ്നം അതാണ്. അന്നത്തെ ആ വിവാദം താങ്കളുടെ പ്രതിച്ഛായയെ ബാധിച്ചതായിട്ട് പിന്നീട് അത് പ്രതിച്ഛായയെ ബാധിക്കാൻ ബോധപൂർവമായിട്ട് അന്ന് എന്തൊക്കെ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു, ഏതെല്ലാം തരത്തിൽ. ഇത് മാത്രമല്ലല്ലോ, തൃശ്ശൂരിൽ ഞാൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന വന്നപ്പോൾ അവിടെ ഉള്ളപ്പോൾ എനിക്കവിടെ ലീല ഗ്രൂപ്പിൻ ശോഭ ഗ്രൂപ്പിൻ്റെ ഹൗസിംഗ് ഇതിൽ എനിക്ക് അവിടെ വീടുണ്ടെന്നവരെ പറഞ്ഞിട്ടില്ലേ? പിണറായി വിജയന് വീടുണ്ടെന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരിലൊരു വീടിൻ്റെ പടം കൊടുത്തിട്ടില്ലേ? അങ്ങനെ എന്തെല്ലാം പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഈ വീട്ടിൽ സ്വിമ്മിംഗ് പൂളുണ്ടെന്ന് പറഞ്ഞിട്ട് പടം കൊടുത്തിട്ടില്ലേ? ഏതെല്ലാം തരത്തിലുള്ള പ്രചരണം നടത്തിയിട്ടുണ്ട്. അതൊന്നും ഞാൻ വില വെക്കാറില്ല. എനിക്കതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. അത് പറയുന്നവർ പറഞ്ഞ് നടന്നോട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന കർക്കശമായ നിലപാടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റരുത്. ആ ജാഗ്രതയോടുകൂടി
എല്ലാ കാലത്തും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പ്രശ്നം വന്ന് രൂക്ഷമാകുന്നതിന് ഒരു കാരണമായി വന്നിട്ടുള്ളത് പാർട്ടിക്കകത്തുള്ള വിഭാഗീയ പ്രശ്നം അതിനെ വ്യാപിപ്പിക്കാനും പ്രചരിപ്പിക്കാനുമുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്. അതാണ് അതിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റം പറയാൻ കഴിയുമോ അതിന്? ഞാൻ പറയാം, ഏത് മാധ്യമമാണ് ഇതുപോലെ പരസ്യത്തിൻ്റെ ഇങ്ങനെ പൈസ വാങ്ങാത്ത പത്രമുള്ളത്, പരസ്യം വാങ്ങാത്തത്? പക്ഷേ ദേശാഭിമാനിക്ക് വാങ്ങിയെന്നുള്ള പറഞ്ഞ് വലിയ തരത്തിലുള്ള വാർത്തയല്ലേ ഉണ്ടാക്കിയത്. എന്തോ ഒരു തെറ്റായ നില സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടല്ലേ. അവസാനം അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ദേശാഭിമാനിക്ക് കയ്യിൽ പൈസയില്ല, ഞങ്ങൾ ഇവിടുന്നല്ലോ കടം വാങ്ങിയിട്ട് അയാൾക്ക് ആ പൈസ തിരിച്ചു കൊടുക്കും. അതായത് ഞങ്ങൾക്ക് വിഷമമുണ്ടാക്കത്തക്ക നിലയിലുള്ള പ്രചരണം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ആ പ്രചരണം നടത്തിയവർ ഇന്ന് ആ പ്രചരണ രംഗത്തുണ്ടോ? അവർക്കെന്തെങ്കിലും ഇപ്പോൾ പറയാനുണ്ടോ? പാർട്ടിയിലെ അന്നത്തെ ആ കാലത്തുണ്ടായിരുന്ന വിഭാഗീയതയുമായി അതിന് ആ പ്രചാരണത്തിന് ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ മേലെയാണ് വിഭാഗീയതയുടെ ഭാഗമായിട്ട് പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള നടപടിയുടെ ഭാഗമായിട്ടുള്ളൊരു പ്രചരണമാണത്. താങ്കൾ ദേശാഭിമാനിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്, പാർട്ടിക്ക് വേണ്ടിയിട്ട് അതിന് പാർട്ടിയുടെ ഒരു ജിഹ്വ എന്ന നിലയിലാണ് താങ്കൾ അത് ചെയ്തത്. വിഭാഗീയത അത്രത്തോളം വളർന്നിരുന്നു ആ കാലത്ത്? വളർന്നിരുന്നു, അതിരൂക്ഷമായിരുന്നു. താങ്കളായിരുന്നോ ടാർഗറ്റ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരുന്നു? ആ ദേശാഭിമാനിയുടെ പൂർണ്ണ ചുമതലക്കാരൻ ഞാനായിരുന്നു. അതുകൊണ്ട് എനിക്ക് നേരെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. പാർട്ടിയുടെ താങ്കളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ വളരെ സജീവമായി പങ്കെടുക്കുന്ന ഒരാൾ, പാർട്ടിയുടെ ഏറ്റവും അടിമുടി കമ്മ്യൂണിസ്റ്റ് എന്ന് വേണമെങ്കിൽ അണികളൊക്കെ പറയുന്ന ഒരാളാണ്. DYFIയുടെ ആദ്യത്തെ ദേശീയ അധ്യക്ഷൻ, താങ്കൾ അധ്യക്ഷനായിട്ടുള്ള ആ കമ്മിറ്റിയിലായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യയൊക്കെ, മണിക് സർക്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ. അപ്പോൾ അവർക്കൊക്കെ കിട്ടിയ ഒരു വളർച്ച, പാർലമെൻ്ററി രംഗത്തായാലും ശരി, അല്ലെ പാർട്ടി രംഗത്തായാലും ശരി, കിട്ടിയ ഒരു വളർച്ച DYFIയുടെ ആദ്യത്തെ അഖിലേന്ത്യാ അധ്യക്ഷന് കിട്ടാതെ പോയതിൽ എപ്പോഴെങ്കിലും ഒരു മനസ്താപം തോന്നിയിട്ടുണ്ടോ? എനിക്കൊരു മനസ്താപം ഉണ്ടായില്ല. കാരണം എന്താ അറിയുമോ, ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് എൻ്റെ കഴിവിനനുസരിച്ച് എൻ്റെ പാർട്ടി എന്നെ പരിഗണിച്ചു എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ മണിക് സർക്കാർ ത്രിപുരയിലാണ്, അവിടുത്തെ ചുറ്റുപാടിനനുസരിച്ച് അദ്ദേഹത്തെ പരിഗണിക്കപ്പെടുന്നു. ബുദ്ധദേവ് ഭട്ടാചാര്യ ബംഗാളിലാണ്, അവിടുത്തെ സാഹചര്യങ്ങൾ ചുറ്റുപാടുകൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ പരിഗണിക്കപ്പെടുന്നു. അതുപോലെ എന്നേക്കാൾ എത്രയോ ജൂനിയറായിട്ടുള്ള ആളുകൾ ഇവിടെ തന്നെ ഏതെല്ലാം തരത്തിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഓരോ സ്ഥലത്തിൻ്റെയും സാഹചര്യങ്ങളും പ്രശ്നങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി ഒരു ശരിയായ നിലപാട് പാർട്ടി സ്വീകരിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ ഒരാളായി എന്നുള്ളത് കൊണ്ട് ഞാൻ അതിൽ ബുദ്ധിമുട്ടേണ്ട കാര്യം എന്താ ഉള്ളത്? അതെല്ലാം ഈ പാർട്ടിക്ക് വേണ്ടിയല്ലേ. ബുദ്ധദേവ് ആകുന്നതും മണിക് സർക്കാർ ആകുന്നതും എല്ലാവരും ആകുന്നതും എല്ലാം ഒരു പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയല്ലേ. ആ കാഴ്ചപ്പാടാണ് എന്നിലുള്ളത്. അതാണ് ഞാൻ ഉയർത്തി കാണിക്കുന്നത്. ആ ധാരണയോടുകൂടിയാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, എന്നാലും എന്തുകൊണ്ടായിരിക്കും ഞാൻ പിന്നോട്ട് പോയത്, അല്ലെങ്കിൽ ഞാൻ പരിഗണിക്കപ്പെടാതെ പോയത് എന്നുള്ളൊരു ആത്മപരിശോധനയോ അങ്ങനെ എന്തെങ്കിലും? പരിഗണിക്കപ്പെടാതെ പോകുന്നത് എനിക്ക് അത്രമാത്രം കഴിവുണ്ടായിരിക്കില്ല, ഞാൻ അത്ര പ്രാപ്തനായിരിക്കില്ല. അതുകൊണ്ട് പ്രാപ്തിയില്ലാത്ത ആളുകളായതുകൊണ്ട് ഞങ്ങൾക്ക് പ്രാപ്തിയുള്ളവർ വരുമ്പോൾ അതിന് വഴിമാറി കൊടുക്കുന്നു എന്ന് ഞാൻ ധരിക്കുന്നു. സമാധാനിക്കുന്നു, ഞാൻ ധരിക്കുന്നു അല്ലെങ്കിൽ സമാധാനിക്കുന്നു, അങ്ങനെയാണ്. സമാധാനിക്കുന്നെന്നോ ധരിക്കുന്നെന്നോ എന്ത് വേണമെങ്കിലും പറയാം. പ്രാപ്തിയുള്ളവർ നയിക്കട്ടെ, പ്രാപ്തിയുള്ളവർ കൊണ്ട് നടക്കട്ടെ. നിരാശയൊന്നുമില്ല, എനിക്കൊരു നിരാശയില്ല, എനിക്ക് എൻ്റെ ആവശ്യമില്ല. കേരള പാർട്ടിയിൽ പോലും താങ്കളെക്കാൾ ജൂനിയറായിട്ടുള്ള ആൾക്കാർ പടവുകൾ കയറി പോകുന്നത് പോലെ തോന്നുന്നുണ്ട്. പടവുകൾ കയറി പോകട്ടെ, ഞാനതിൽ നിരാശപ്പെടുന്ന പ്രശ്നമില്ല. എനിക്ക് എൻ്റെ കഴിവിനെ കുറിച്ച് ധാരണയുള്ളത് കൊണ്ട് തന്നെ ആര് മേലെ കയറി പോകുന്നതിൽ എനിക്ക് വിരോധം. മേലെയാണെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. ഇതെല്ലാം പാർട്ടിയുടെ ഭാഗമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ചിലപ്പോൾ പലർക്കും അങ്ങനെ തോന്നിയേക്കാം. അതിലവരൊന്നും ഞാൻ കുറ്റപ്പെടുത്താനും പോകുന്നില്ല. ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് പാർട്ടിയെ സേവിക്കുക, ഞാൻ വിശ്വസിക്കുന്ന ആശയത്തിൽ പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ആ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുക. അത് ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തകർന്നാൽ, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം തകർന്നാലുള്ള ആപത്ത് നമ്മൾ അനുഭവിക്കുകയല്ലേ. ഇപ്പോൾ ഇന്നത്തെ ലോകമെടുത്താൽ ഇറാൻ, അതുപോലെ തന്നെ അമേരിക്ക, വെനിസ്വേല, പിന്നെ ഇസ്രായേൽ ബോംബിംഗ് നടത്തുകയല്ലേ, യുദ്ധമല്ലേ, ആളുകളെ കൊന്നൊടുക്കുകയല്ലേ, ഭീകരാക്രമണമല്ലേ. ആ പഴയ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിലോ ഇന്ന് സംഭവിക്കുമായിരുന്നോ? അപ്പോൾ സോവിയറ്റ് യൂണിയൻ തകർന്നു. ആ തകർച്ചയുടെ ദുഃഖം, അതിൻ്റെ വേദന ഇന്ന് അനുഭവിക്കുന്നു. അതുകൊണ്ട് ഈ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തകരരുത്, ശക്തിപ്പെടണം, സോഷ്യലിസം ശക്തി ഉണ്ടാകണം, ഇടതുപക്ഷ പ്രസ്ഥാനം ശക്തിപ്പെടണമെന്ന് ആഗ്രഹിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. സോവിയറ്റ് യൂണിയൻ തകർന്നത് വേറെ ആരെങ്കിലും തകർത്തതല്ലല്ലോ, അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിട്ടുള്ള ചിത്രങ്ങളും ഉൾപ്പിരിവുകളും ആയിരുന്നല്ലോ സോവിയറ്റ് യൂണിയൻ തകർച്ച ഘടകമാണ്. എങ്ങനെയായാലും
സോവിയറ്റ് പാർട്ടിക്കകത്ത് വന്ന പ്രശ്നങ്ങളായാലും ബാഹ്യ പ്രശ്നങ്ങളായാലും സോവിയറ്റ് യൂണിയൻ തകർന്നു. ആ തകർച്ച ലോകത്തിൽ ജനങ്ങൾക്ക് വലിയ ആപത്ത് വരുത്തി വെച്ചു. ഈ യുദ്ധം സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ സംഭവിക്കുമായിരുന്നോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പക്ഷേ താങ്കൾ അത് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഭാഗമായ റഷ്യയാണ് ഉക്രൈനെ ആക്രമിച്ചത്. ഉക്രൈൻ ഒരു കാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായി. അതെ, അപ്പം അവരെല്ലാം വേർപിരിഞ്ഞു, ശിഥിലമായി. ലോകത്തിൽ സംഭവിച്ചിരിക്കുന്ന വലിയ ആപത്താണത്, അപജയമാണത്. അതിൻ്റെ ദുരന്തം തന്നെയാണ് ഇപ്പോൾ ഉക്രൈൻ അനുഭവിക്കുന്നത്, റഷ്യ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ലോകം അനുഭവിക്കുന്നത്. ഇത് നമുക്കെല്ലാം ഒരു ഗുണപാഠമാകണം. നമുക്ക് നമ്മുടെ ഭാവിയെക്കുറിച്ചിട്ടുള്ള ജാഗ്രതയ്ക്ക് ഇതെല്ലാം പാഠമായിരിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശരിയായ നിലയിലൂടെ സഞ്ചരിച്ച് സുശക്തമായൊരു പ്രസ്ഥാനമായി ലോകത്തെ രക്ഷിക്കേണ്ട ഒരു മഹത്തായ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന്, ആ ദൗത്യത്തിന് നിർവഹിക്കാൻ സോവിയറ്റ് യൂണിയൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് തിരിച്ചടി വന്നു. അതിൻ്റെ ഫലം ലോകം അനുഭവിക്കുന്നു. പക്ഷേ ഇന്ത്യയും വ്യത്യസ്തമല്ലല്ലോ. ഇന്ത്യയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സ്വാധീനം വല്ലാതെ കുറഞ്ഞു വരികയല്ലേ. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ എത്രയോ വർഷം, 35 വർഷത്തോളം തുടർച്ചയായി ഭരിച്ചു. ത്രിപുരയിൽ ഭരിച്ചു. അവിടെയൊക്കെ മറ്റ് ശക്തികൾ, ഇപ്പോൾ ത്രിപുരയിലാണെങ്കിൽ ഒരു MLA പോലും ഇല്ലാതിരുന്ന BJP വന്നു. തൃണമൂൽ കോൺഗ്രസ് ആണിപ്പോൾ ബംഗാൾ ഭരിക്കുന്നത്. കേരളം മാത്രമാണ് അവസാനത്തെ ഒരു തുരുത്ത്. അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈ ലോകത്തെ ഇങ്ങനെ നോക്കി കാണാൻ പറ്റുമോ? ഈ തകർച്ചയെല്ലാം ഇന്ത്യക്ക് തന്നെ വലിയ നഷ്ടമാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നഷ്ടമാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ ക്ഷീണമാണ്. ഈ അനുഭവത്തിൽ നിന്ന് ഇത്തരം തകർച്ചകൾ സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രതയും നിലപാടുകളുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഉണ്ടാകേണ്ടത്. ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയിൽ ഒരു തുരുത്തായി നിൽക്കുകയാണ്. ഒരു കാലത്ത് ആന്ധ്രയിലും തെലങ്കാനയിലുമൊക്കെ സുശക്തമായിരുന്നു. ത്രിപുരയിലും ബംഗാളിലും സുശക്തമായിരുന്നു. ബീഹാറിലും പഞ്ചാബിലും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലുമൊക്കെ നല്ല വേര് പടർന്നു പിടിച്ചൊരു പ്രസ്ഥാനമായിരുന്നു. അതിനെല്ലാം ക്ഷീണം തട്ടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് പഠിച്ച് അതിനെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കി അത് തിരുത്തിപ്പോകാനുള്ള നടപടികൾ സ്വീകരിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ അനുഭവങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് കേരളത്തിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള അതീവ ജാഗ്രത കേരളത്തിലെ പാർട്ടിക്കുണ്ടാകണം എന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. മിക്കവാറും പാർട്ടി കോൺഗ്രസ്സുകൾ നടക്കുമ്പോൾ, ഞാനൊരു 4-5 പാർട്ടി കോൺഗ്രസ് കവർ ചെയ്യാൻ വേണ്ടി വന്നപ്പോഴൊക്കെ ഒരു പ്രമേയം, ഹിന്ദി ബെൽറ്റിൽ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കണം, കൂടുതൽ വ്യാപിപ്പിക്കണം. പക്ഷേ എത്രയോ വർഷമായിട്ടും നമുക്കെന്തുകൊണ്ടാണ്? കാരണം കേരളവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ശരിക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണാവേണ്ടത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണ്, ബീഹാറോ അല്ലെങ്കിൽ UP പോലെയുള്ള സ്ഥലങ്ങളിൽ. എന്തുകൊണ്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ ഒരു ദൗത്യം നിർവഹിക്കാൻ കഴിയാതെ പോകുന്നത്? താങ്കൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? ഇത് പ്രത്യേക പല സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ, നിലവിലുള്ള ഭൗതിക സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ മറ്റ് വർഗപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, ഇതിനെല്ലാം അനുസരിച്ച് നമുക്ക് ഉയർന്നു വരാൻ കഴിയാത്ത വിഷയങ്ങൾ, ഇതിനെല്ലാം ഒരു ഘടകമാണത്. ഇപ്പോൾ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലേതുപോലെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും വന്നില്ല? കേരളത്തിലെ പ്രത്യേക സാഹചര്യങ്ങളെ ഫലപ്രദമായി ഉപയോഗിച്ച് അന്ന് പാർട്ടി നേതൃത്വത്തിലുള്ള നേതാക്കൾക്ക് അതിനെ ശരിയായൊരു നിരീക്ഷണത്തിലൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞതിൻ്റെ ഫലമായി കേരളം ഒരു ഇടതുപക്ഷ സ്വാധീനമുള്ള നാടായി മാറി. ഇതേ കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിച്ചെങ്കിലും അതിനനുസരിച്ച് അവിടുത്തെ സാഹചര്യങ്ങളെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ മറ്റു പല സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞില്ല. അവിടെ നമുക്ക് വീഴ്ച വന്നു. ആ വീഴ്ച നമ്മുടെ തകർച്ചയ്ക്ക് കാരണമായി. പിന്നെ ഇന്ത്യയിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രണ്ടായി വേർപിരിഞ്ഞു. അത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള വലിയൊരു ക്ഷീണം തന്നെയായിരുന്നു. ഇങ്ങനെയുള്ള ഒട്ടനവധി സാഹചര്യങ്ങളിൽ സംഭവിച്ച രാഷ്ട്രീയ വ്യതിയാനങ്ങളും രാഷ്ട്രീയമായ മാറ്റങ്ങളും പൊതുവേ ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അതിനാണ് നമുക്ക് നമ്മുടെ അനുഭവങ്ങൾ, മുൻകാല അനുഭവങ്ങൾ ഒരു പാഠമായി ഇന്നത്തെ കാലഘട്ടത്തിൽ ശരിയായി നിരീക്ഷിച്ച് നമ്മൾ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കണമെന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഐക്യപ്പെടണമെന്ന് നിരന്തരം പറയുന്നൊരു പാർട്ടിയാണ് CPI. പക്ഷേ CPM ഇപ്പോഴും എത്രയോ വർഷങ്ങളായി CPI ഉന്നയിക്കുന്ന ഈ ആവശ്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് തോന്നാറുള്ളത്. എന്തുകൊണ്ടാണ്? ആശയപരമായ ഭിന്നതയുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ നേതൃത്വങ്ങൾ തമ്മിലുള്ള ഈഗോ ഇഷ്യൂയോ മാത്രമാണോ?
അത് ഈ പാർട്ടികൾ തമ്മിൽ ലയിക്കുക എന്ന് പറയുന്നതല്ല. പാർട്ടി എന്തുകൊണ്ടാണ് രണ്ട് പാർട്ടികളാകാൻ കാരണം? അത് ദേശീയ രംഗത്ത് വന്നിട്ടുള്ള പാർട്ടിയുടെ നിരീക്ഷണമാണ്, ഒബ്സർവേഷനാണ്. ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ പാത, സാർവദേശീയ സാഹചര്യങ്ങൾ, അതിനെ വിലയിരുത്തൽ, ഇതിനെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെട്ടു വന്നതാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള അഭിപ്രായ വ്യത്യാസം. ആ അഭിപ്രായ വ്യത്യാസമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തന്നെ രണ്ട് പാർട്ടികളായി പ്രവർത്തിക്കാൻ ഇടയാക്കിയത്. ഈ രണ്ട് പാർട്ടികളും ഒരു ദിവസം രാവിലെ ഞങ്ങൾ രണ്ടും ഒന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാലൊന്നും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയില്ല. ഒരു ദിവസം ആശയപരമായി അങ്ങനെ പറയുന്നു. അവർക്ക് ഇന്ന് ചെയ്യേണ്ടത് ആശയപരമായി യോജിക്കാൻ കഴിയുന്ന പ്രവർത്തന മേഖല യോജിച്ച് പ്രവർത്തിച്ചു വന്ന് ഇടതുപക്ഷത്തെ ഐക്യപ്പെടുത്തി വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ വളർന്നു വരുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ ഐക്യവും ഉണ്ടാകുമ്പോൾ അത് നല്ല ഗുണകരമായ മാറ്റമായി രൂപാന്തരപ്പെടും. അല്ലാതെ ഇന്ന് രണ്ട് പാർട്ടി ഉടനെ രണ്ട് പാർട്ടി ലയിച്ച് ഒന്നാകുക, അതൊരു പ്രായോഗികമായ നിലപാടേയല്ല. ഇത് ബൂർഷ്വാ പാർട്ടികളല്ല. ബൂർഷ്വാ പാർട്ടികൾക്ക് ഒന്ന് ചെറുത് രണ്ട് വർത്തമാനം പറഞ്ഞ് രണ്ട് ചായയും കുടിച്ച് ഒന്ന് കെട്ടിപ്പിടിച്ചാൽ അവരുടെ അഭിപ്രായ വ്യത്യാസം തീർന്നു. ഇത് രാഷ്ട്രീയമാണ്, നയപരമായ പ്രശ്നമാണ്. വിപ്ലവപരമായ തന്ത്രത്തും അടവുകളും പ്രയോഗിക്കേണ്ടത് സംബന്ധിച്ചിട്ടുള്ളതാണ്. സാർവദേശീയ രംഗത്തെയുള്ള നിരീക്ഷണമാണ്. അതിനുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് തന്നെ ഈ ചേരിതിരിവുണ്ടാകാൻ കാരണം. ആ ചേരിതിരിവുണ്ടാകാൻ കാരണമുള്ള വസ്തുതകൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഇതുണ്ടാകും. അത് ഈ രണ്ട് പാർട്ടികൾ രണ്ടായി തന്നെ പ്രവർത്തിച്ചുകൊണ്ട് യോജിക്കാവുന്ന മേഖലയിൽ യോജിച്ച് പ്രവർത്തിച്ചു വന്നാൽ ഇത് താരതമ്യേന പടിപടിയെ കുറഞ്ഞു വരാനും അവർ ലക്ഷ്യങ്ങളിലേക്ക് ഒന്നിച്ചു പോകാനും കഴിയും. അതായിരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ഗുണകരം. അതുകൊണ്ടാണ് CPM അത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. നമ്മുടെയൊക്കെ ആയുസ്സിൽ അങ്ങനെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാവുമെന്ന് തോന്നുന്നുണ്ടോ? അതൊന്നും അങ്ങനെ മുൻകൂട്ടി പറയാൻ സാധിക്കുന്നില്ല. എത്ര ആളുകളെയാണ് ഇസ്രായേലും അമേരിക്കയും കൂടി ബോംബാക്രമണം നടത്തി കൊന്നത്? ആർക്കെങ്കിലും ഇന്നലെ രാവിലെ ഞങ്ങൾക്കൊന്നും പ്രതീക്ഷയില്ലല്ലോ. ഉച്ചയാകുമ്പോഴേക്കല്ലേ യുദ്ധം. വിമാനത്തിൽ യാത്ര ചെയ്യാൻ വേണ്ടി വന്നവരെല്ലാം തിരിച്ചു പോകല്ലേ? എന്തൊക്കെ സംഭവങ്ങളാണ്, ഇനി എന്തൊക്കെ സംഭവിക്കാം? ഇനി അണുവായുധം ഉപയോഗിച്ചാൽ എന്തായിരിക്കും ആപത്ത്? അതൊന്നും ഇന്ന് മുൻകൂട്ടി ഒരു പ്രവചനം പോലെയൊന്നും പറയാൻ സാധിക്കില്ല. അപ്പോഴുണ്ടാകുന്ന കാര്യങ്ങൾ അന്നത്തെ സാഹചര്യങ്ങളും വസ്തുതകളും വെച്ച് പരിശോധിച്ച് നിലപാട് സ്വീകരിച്ച് പ്രവർത്തിച്ചു പോകാനേ പറ്റൂ, നിരീക്ഷിച്ചു പോകാനേ പറ്റൂ. EP ജയരാജൻ എന്ന നേതാവിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്താണ്? ആശയപരമായിട്ടുള്ള ലക്ഷ്യബോധമാണ്, ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ്. ഞങ്ങൾക്കൊക്കെ വയസ്സാവുകയാണ്, പ്രായം കൂടുകയാണ്. ആ പ്രായം കൂടുന്നതിനനുസരിച്ച് ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൊക്കെ പരിമിതി ഉണ്ടാകും. ആ പരിമിതി സ്വാഭാവികമായും പരിമിതപ്പെടുത്തും. ആ പരിമിതപ്പെടുത്തൽ സ്വാഭാവികമായി എന്നിലും ഉണ്ടാകും. അതിൻ്റെ ഫലമായിട്ട് പരിമിതപ്പെടുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. അത് സ്വാഭാവികമാണ്. എന്തെങ്കിലും കുറവുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, കുറവല്ല. ഒരു മനുഷ്യന് സംഭവിക്കാവുന്നതാണത്. അല്ല, പ്രായത്തിൻ്റെ മാത്രമല്ല ഞാൻ പറഞ്ഞു, മൊത്തത്തിൽ ഒരു തനിക്ക് ഇങ്ങനെ ആയിരുന്നെങ്കിൽ കുറേ കൂടി മുന്നോട്ട് പോകാമായിരുന്നു അങ്ങനെ. അല്ല, മനുഷ്യന് വളർച്ച പ്രായം വരുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് ഒരുപാട് പെട്ടെന്ന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരും. അതിനെയെല്ലാം ഒരു രാഷ്ട്രീയ ധാരണയോടുകൂടി അഭിമുഖീകരിക്കുക എന്നുള്ളത് മാത്രമേ പറ്റൂ. അതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉയർന്നു വരും, പല അഭിപ്രായങ്ങളും ഉണ്ടാകും, പല ചിന്തകളും ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. പക്ഷേ അതെല്ലാം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ നയത്തിൻ്റെ ഭാഗമായി ചിന്തിച്ചാൽ അതിനെല്ലാം കീഴ്പ്പെടുത്താൻ സാധിക്കും. അങ്ങനെ ആ ചിന്തകളെ കീഴ്പ്പെടുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ജയരാട്ടൻ, ഈ പ്രായത്തെക്കുറിച്ച് പറയുമ്പോഴേ ഒരു ചോദ്യം, രാഷ്ട്രീയത്തിൽ റിട്ടയർമെൻറ്റ് എന്നുള്ളതിന് ഒരു ആവശ്യമുണ്ടോ? ഇപ്പോൾ റിട്ടയർമെൻറ്റ് ഉണ്ടല്ലോ. ഞാൻ ആ റിട്ടയർമെൻറ്റിൻ്റെ ഇതിനോട് യോജിക്കുന്ന ആളല്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ റിട്ടയർമെൻറ്റ് പ്രായപരിധി വെക്കുന്നുണ്ട്, യോജിക്കുന്ന ആളല്ല. പക്ഷേ എൻ്റെ പാർട്ടി അങ്ങനെ തീരുമാനമെടുത്തു. അതുകൊണ്ട് 75 വയസ്സ് കഴിഞ്ഞവരെല്ലാം പലരും പ്രവർത്തന രംഗത്ത് തന്നെ പിന്നോട്ട് പോയി. ഇപ്പോൾ അടുത്ത പാർട്ടി സമ്മേളനം വരലോടുകൂടി ഞാനും പൂർണ്ണമായും പ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോകും. അത് ശരിയായൊരു നടപടിയാണ്. അല്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്രയിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാത്രമല്ല ഏത് പാർട്ടി എടുത്താലും അങ്ങനെ ഒരു യാത്രയിൽ വളരെ അനുഭവ സമ്പത്തുള്ള ആശയദൃഢതയുള്ള നേതൃത്വം ഒരു പ്രായം 75 വയസ്സെത്തുമ്പോൾ അങ്ങോട്ട് മാറ്റി നിർത്തപ്പെടുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഒരു മുന്നോട്ടുള്ള യാത്രക്ക് ഗുണകരമാണോ? വ്യക്തിപരമായിട്ടല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ചർച്ച ചെയ്ത് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു. അത് പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചു. അതെല്ലാ പാർട്ടിക്കാർക്കും ബാധകമാണ്. ആ ബാധകമായതിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ച് പ്രവർത്തിക്കാനേ എനിക്ക് സാധിക്കും. അതിനോട് എനിക്ക് വിയോജിപ്പുണ്ടെങ്കിലും അതിനിന്ന് പ്രസക്തിയില്ല, ആ നിലപാടിന് ഇന്ന് പ്രസക്തിയില്ല.
പാർട്ടി അംഗീകരിച്ച പൊതു നിലപാട്, ആ നിലപാടിനോടൊപ്പം നിൽക്കുക. അതിൻ്റെ ഫലങ്ങൾ ഇനിയും നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. അതുകൊണ്ട് അനുഭവ സമ്പത്തുള്ള കുറേ ആളുകൾ ഇന്ന് പൊതുരംഗത്ത് നിന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അപ്രത്യക്ഷമാകുന്നുണ്ട്. അതെ, സ്വാഭാവികമായും ഞാനൊരു 5-6 മാസം മുമ്പ് ആണെങ്കിൽ ഞാനൊരു പക്ഷേ ആ തരത്തിൽ ഇന്ന് പൂർണ്ണമായി അപ്രത്യക്ഷനാകുമായിരുന്നു. അതുകൊണ്ട് പക്ഷേ ഞാൻ ഇന്ന് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അവിടെയാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. സ്വാഭാവികമായി ഒരു വലിയൊരു ഒരു CPM-നെ സംബന്ധിച്ചോളം ഒരു വലിയൊരു രണ്ടാം നിര നേതൃത്വമാണ് പെട്ടെന്നൊരു സൈലൻസിലേക്ക് പോയതുപോലെ തോന്നിയത് നാട്ടുകാർക്ക്. കുറേ കാലം പാർട്ടി രംഗത്തൊക്കെ പ്രവർത്തിച്ചില്ലേ, 75 വയസ്സാകുമ്പോൾ കുറച്ചൊന്ന് വിശ്രമിക്കട്ടെ, പുതിയ ആളുകൾ വരട്ടെ, അവർ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തട്ടെ എന്ന നിലയിലേക്ക് വന്നു. ഇപ്പോൾ എനിക്കൊക്കെ എന്താ വെച്ചാൽ 75 വയസ്സ് ആയി പുറത്തായി നേടാൻ എനിക്ക് വിശ്രമമായി. പിന്നീടുള്ള ജീവിതം ഒരു കുടുംബജീവിതമായിട്ട് ഇതുവരെ എല്ലാം പലപ്പോഴും കുടുംബത്തോടൊപ്പം ജീവിക്കാനോ കുട്ടികളോടൊപ്പം കഴിഞ്ഞുകൂടാനോട്ട് അല്ലെങ്കിൽ പൂർണ്ണമായും കുട്ടികളോടൊപ്പം ജീവിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടാകില്ല. വയസ്സുകാലത്തെങ്കിലും അങ്ങനെ ജീവിക്കാനും ഒരു ജീവിതത്തിലേക്ക് പോകാനും സാധിക്കും. അതോടൊപ്പം തന്നെ പാർട്ടി അംഗീകരിച്ച നയം പൂർണ്ണമായി അംഗീകരിച്ച് നടപ്പിലാക്കിയെന്നുള്ള സംതൃപ്തി ഉണ്ടാകും. പതിയൊരു റിട്ടയർമെൻറ്റ് മൂഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ? തീർച്ചയായും അങ്ങനെ പോകുന്നത് അത് സ്വാഭാവികമാണ്. അത് ഉൾക്കൊള്ളാൻ പ്രയാസം ഉണ്ടാവില്ല. കാരണം എപ്പോഴും പൊതുവേദികൾ, ആൾക്കൂട്ടങ്ങൾ, അങ്ങനെയുള്ള ഒരാൾക്ക് പെട്ടെന്നൊരു ഇങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൽ നിന്ന് അകന്നു നിൽക്കുമ്പോഴുണ്ടാകുന്ന അതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? വേദിയിൽ ഇപ്പോൾ പരിപാടി നടക്കുന്നതിന് പോകുന്നതിന് എന്താ തടസ്സം? സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പരിപാടി പങ്കെടുക്കുന്നതിന് എന്താ തടസ്സം? ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിച്ച് പ്രവർത്തിക്കാൻ കഴിയില്ലെന്നല്ലേ ഉള്ളൂ. നാട്ടിൽ നടക്കുന്ന എല്ലാ സാംസ്കാരിക പരിപാടികളിലും മറ്റ് പരിപാടികളിലൊക്കെ സാന്നിധ്യമാകാം. അതിനൊന്നും പാർട്ടി ഒരു തടസ്സവുമില്ലല്ലോ. അതൊക്കെ ചെയ്യുന്നുണ്ട് പലരും. ജയരാജൻ മന്ത്രിയായപ്പോൾ ചില വിവാദങ്ങളുണ്ടായിരുന്നു. 1-2 സമയത്ത് ചില മാറി നിൽക്കേണ്ടിയും വന്നിട്ടുണ്ടായിരുന്നു. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ജാഗ്രത കുറവാണോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ചില ദുഷ്ടശക്തികളുടെ ഒരു പ്രവർത്തനം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു തോന്നിയിട്ടുണ്ട്? നോക്കുമ്പോൾ ഞാനൊന്നൊരു നിയമനം നടത്തി എന്നുള്ളതാണ്. അതുപോലെ എത്രയോ നിയമനങ്ങൾ ആ കാലഘട്ടത്തിലും എൻ്റെ പൂർവികരുടെ കാലഘട്ടത്തിലും എല്ലാ മന്ത്രിസഭയുടെ കാലഘട്ടത്തിലും നടത്തിയിട്ടുണ്ട്. വ്യവസായ വകുപ്പിൽ ഇതേ രീതിയിൽ തന്നെ നടത്തിയിട്ടുണ്ട്. ഞാനത് തന്നെയാണ് തുടർന്നത്. പക്ഷേ ഞാനതിൽ കുറേ കൂടി മാറ്റം വരുത്തി. ഞാനത് നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായ സംവിധാനം ഉണ്ടാക്കി അവരുപയോഗപ്പെടുത്താൻ അത്രയെങ്കിലും ഞാൻ ചെയ്തു. അതിനു മുമ്പും ഏതെല്ലാം തരത്തിലുള്ള നിയമനങ്ങളും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് യഥാർത്ഥത്തിൽ അത് എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു. അതെനിക്കറിയാം. നേരത്തെ പറഞ്ഞ അതൊരു ഹത്യയുടെ ഭാഗമായിട്ട് തന്നെയായിരുന്നു. വ്യക്തിഹത്യയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രചരണ പരിപാടി തന്നെ. അത് മാധ്യമങ്ങളാണ് യഥാർത്ഥത്തിൽ ഡൽഹിയിൽ നിന്നൊക്കെ അതിന് വലിയ തരത്തിലുള്ള പ്രചാരം, ഇവിടെയല്ല വലിയ തരത്തിൽ പ്രചാരണം ഡൽഹിയിൽ നിന്ന് മാധ്യമരംഗത്തുണ്ടായി. മാധ്യമങ്ങൾ ആകെ ചാടി വരുന്ന അവസ്ഥയുണ്ടായി. മാധ്യമങ്ങളാണ് ആ പ്രശ്നം ഉയർത്തിയത്. ഞാൻ പിന്നെ എന്ത് ചെയ്തു? വെറുതെ എന്തിനാ എന്നെ കൊണ്ടൊരു പാർട്ടിക്ക് ഒരു കളങ്കുണ്ടാകുന്നു? ഞാൻ തന്നെ പറഞ്ഞു ഞാൻ മാറി നിൽക്കുക. അങ്ങനെയാണ് ഞാൻ മാറി നിന്നത്. അത് അവസാനം എല്ലാവരും ഇതിൽ തെറ്റില്ല, ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല, തെറ്റില്ല. എൻ്റെ മുമ്പിൽ തന്നെ കീഴ്വഴക്കങ്ങൾ എത്രയുണ്ട്. ഞാൻ ഭരിച്ചിരുന്ന വ്യവസായ വകുപ്പ് തന്നെ എത്രമാത്രം കീഴ്വഴക്കങ്ങൾ അതിന് മുമ്പുള്ളവരെല്ലാം നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരു പ്രശ്നം മാത്രം ടാർഗറ്റ് ചെയ്യപ്പെട്ടത്. അതെ, ഞാൻ അതുകൊണ്ടാണ് അത് ടാർഗറ്റ് ചെയ്യപ്പെട്ടതാണ്. അത് സംഘടിതമായിട്ടുള്ളൊരു ആക്രമണമാണ് എന്ന് ഞാൻ തന്നെ കണക്കാക്കി ഞാൻ തന്നെ മുന്നോട്ട് വെച്ച് ഞാൻ മാറി നിൽക്കാം എന്ന് പറഞ്ഞതും ഒഴിവായി വന്നത്. കൂടെ ഉണ്ടായിരുന്നവരിൽ ആരെങ്കിലും അങ്ങനെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാനത് അത്തരം കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഇന്നത്തെ ഘട്ടത്തിൽ ഞാൻ പറയുന്നത് ഒരു ശരിയായ നടപടിയായിരിക്കില്ല. ഞാൻ കൂടുതൽ ശത്രുക്കളെ ഉണ്ടാക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഇതെല്ലാം എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കും. ഞാനിപ്പോൾ ശത്രുക്കളുമായി ഏറ്റുമുട്ടാനോ ഒരു സംഘർഷങ്ങളിലേക്ക് പോകാനോ ഒരു സംഘർഷം സൃഷ്ടിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ആശയരംഗത്തായാലും തത്വാധിഷ്ഠിതമായ നിലപാടിൻ്റെ രംഗത്തായാലും ഒരു ഏറ്റുമുട്ടലിൻ്റെ പാത ഞാനിപ്പോൾ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് ഞാനെല്ലാം ശാന്തമായി കേട്ട് ശാന്തമായി കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ആരെയും ഉപദ്രവിക്കാതെ ഒരു വളരെ പഥികനായി, ഏകാന്തപഥികനായി എന്ന് പറയാറുണ്ടല്ലോ, അങ്ങനെ സഞ്ചരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാറ്റിനോടും വളരെ ഒരു വിട്ടുനിന്നുകൊണ്ട് വളരെ ഒരു സന്യാസ ജീവിതത്തിലേക്ക് ഉള്ള പോലെയുള്ളൊരു സംസാരമാണ് എനിക്കിപ്പോൾ തോന്നുന്നത് പെട്ടെന്ന്. യഥാർത്ഥത്തിൽ
ഞാൻ അങ്ങനെ ഏതാണ്ടൊരു ജീവിതത്തെക്കുറിച്ചൊക്കെ ആലോചിക്കാതൊന്നുമില്ല. കുറേ പിന്നെ ഇതുവരെ അധികം ഇങ്ങനെ സഞ്ചാരങ്ങളൊന്നും നടത്തിയിട്ടില്ല. അതുകൊണ്ട് കുറേ സഞ്ചാരങ്ങളും കുറേ കുടുംബസമേത്ത് നിന്ന് ഇങ്ങനെ സഞ്ചരിക്കുക. മറ്റ് ചുമതലകളൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ഫ്രീ ആയി സഞ്ചരിക്കാമല്ലോ. ഫ്രീ ആയി സഞ്ചരിക്കാം. ആരും വിമർശിക്കാനുണ്ടാകില്ല, ആക്ഷേപിക്കാനുണ്ടാകില്ല. ഒരു പിന്നാലെ പത്രമാധ്യമങ്ങളും പോയില്ല അല്ലേ? ഒരു പത്രമാധ്യമങ്ങളും കഴുത്തെടുക്കാൻ വരികയുമില്ല. അതുകൊണ്ട് ശാന്തമായി ഒഴുകാം, ശാന്തമായി ഒഴുകിപ്പോകാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ യാത്രയെക്കുറിച്ച് പറഞ്ഞല്ലോ, ഏത് തരം യാത്രകളാണ് ഇഷ്ടം? ഞാൻ യഥാർത്ഥത്തിൽ അധികം യാത്ര ചെയ്യാത്ത ഒരാളായിരുന്നു. കാര്യങ്ങൾക്ക് മാത്രമേ യാത്ര ചെയ്യുന്ന ശീലമായിരുന്നു. ഈ ടൂറിസ്റ്റ് സങ്കേതങ്ങളിൽ പോകുക, വിശ്രമ ജീവിതം നയിക്കുക, വിശ്രമ കേന്ദ്രങ്ങളിൽ പോകുക, അങ്ങനെയുള്ളൊരു ശീലമേ യഥാർത്ഥത്തിൽ എനിക്കുണ്ടായിരുന്നില്ല. പലപ്പോഴും വീട്ടിൽ നിന്ന് ഭാര്യയും കുട്ടികളൊക്കെ പറയും, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കുറച്ച് ദിവസം പോയി, ഇവിടെയുണ്ട്, വയനാട്ടിലുണ്ട്, മൈസൂരുണ്ട്, കൊടൈക്കനാലുണ്ട്, മറ്റിങ്ങനെ സുഖവാസ കേന്ദ്രങ്ങളിലും ഡൽഹിയിലും മറ്റ് വിദേശങ്ങളിലൊക്കെ ഉണ്ട് എന്ന് സാധാരണ പറയും. നമുക്ക് അവിടേക്കൊക്കെ ഒരു അവസരം കിട്ടുമ്പോൾ ഒന്ന് പോകുന്നതല്ലേ ഇത് പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ അവരുടെ ആഗ്രഹങ്ങൾ പോലും എനിക്ക് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ പോലും പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. തിരക്കുകൾ കാരണം പറ്റിയിട്ടില്ല. കഴിഞ്ഞിട്ടില്ല. ഇതായാൽ ഒന്ന് ഫ്രീ ആയി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കത് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല. ആകെ ആ സഞ്ചരിക്കുന്ന വഴികളെക്കുറിച്ചേ ചിന്തിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ച് പോകുന്നതായിരിക്കും കഴിയുന്നത് നല്ലത്. അധികം ചുമതലയൊന്നുമില്ലാതെ, അധികം വിമർശനങ്ങളൊന്നും കേൾക്കാതെ ശാന്തമായി ഇനിയുള്ള ജീവിത കാലഘട്ടം കടന്നു പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ജയരാജേട്ടൻ്റെ പിന്നെ ഓർമ്മകളാണ് മാതൃഭൂമി ബുക്സ് ഇതാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ ഒരു പുസ്തകമായി നമ്മൾ കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ചു. 10ാം പതിപ്പോളം എത്തിക്കൊണ്ടിരിക്കുകയാണ്. നന്നായി വായിക്കപ്പെട്ടു, നന്നായി വിൽക്കപ്പെട്ടു. പക്ഷേ അതിൻ്റെ ഒരു ഘട്ടത്തിൽ വലിയ വിവാദമൊക്കെ ഉണ്ടായത് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഒരു വിവാദം ആദ്യത്തെ താങ്കൾ അറിയാതെ ഒരു പ്രകാശനം നിശ്ചയിച്ചു. അന്നും എന്താണ് സംഭവിച്ചത്? ശരിക്കും പലതും പറഞ്ഞെങ്കിലും പക്ഷേ കുറച്ചുകൂടി അതിനൊരു ജനങ്ങൾക്ക് വിശ്വസിക്കാവുന്ന രീതിയിൽ കൂടെ നിന്നവർ അതിൽ താങ്കളെ വിശ്വാസവഞ്ചന ചെയ്തു. അത് ആ DC ബുക്സിൻ്റെ അതിലൊരാളെ ഇതെല്ലാം സഹായിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഏൽപ്പിച്ച ഒരാളുടെ സഹായം തേടി അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ അയാൾ യഥാർത്ഥത്തിൽ ചോർത്തി ദുരുപയോഗപ്പെടുത്തിയത് ഞാൻ മനസ്സിലാക്കി. ഞാൻ ആ പുസ്തകത്തിൽ തന്നെ പറഞ്ഞ പോലെ പൈസയ്ക്ക് വേണ്ടി ചെയ്തതെന്നാണ് എൻ്റെ ധാരണ. അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, ഇത് ഞങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ചോളാം എന്ന് പറഞ്ഞ് പുറപ്പെട്ടു. അതൊന്നും ഞാൻ അറിഞ്ഞുകൊണ്ടായിരുന്നില്ല. പിന്നീട് ഈ കാര്യങ്ങളെല്ലാം വന്നപ്പോൾ നടപടികളിലേക്കൊക്കെ പോയി അതിൻ്റെ കാര്യങ്ങളെല്ലാം പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എനിക്ക് സാധിച്ചു. അതെല്ലാം ഇപ്പോൾ ജനങ്ങൾക്ക് വളരെ ബോധ്യമുള്ള കാര്യങ്ങളാണ്. അത് യഥാർത്ഥത്തിൽ ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു പരിപാടി അതിൻ്റെ പിന്നിലുണ്ട്. കാരണം ടൈംസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിലാണ് ഇത് ആദ്യം വന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നാൽ പിന്നെ മറ്റ് കേരളത്തിലെ പത്രങ്ങളിൽ ഇതെടുത്തു കൊടുക്കും. അതിൻ്റെ ബേസിക് ഇത് വന്നിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയിലായതുകൊണ്ട് അതാണ് കോപ്പി ചെയ്യാം മലയാള പത്രങ്ങളും ഓൺലൈൻ ചാനലുകളും സോഷ്യൽ മീഡിയയിലൊക്കെ. അപ്പോൾ അതനുസരിച്ചാണ് ഈ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നത്. ഞാൻ എൻ്റെ ഒരു ബന്ധങ്ങളും കാര്യങ്ങളും നോക്കി ടൈംസ് ഓഫ് ഇന്ത്യയിൽ എങ്ങനെയാണ് വരാൻ സാധ്യത എന്നുള്ളത് മനസ്സിലാക്കി. ഞാൻ ഒരാളോട്, ഒരു പ്രമുഖനായ ഞങ്ങളുടെ പാർട്ടിക്കാരനായിട്ടുള്ള ഒരാളോട് തന്നെ പറഞ്ഞു, ഇങ്ങനെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇങ്ങനെ എൻ്റെ ഈ പുസ്തകത്തെക്കുറിച്ച് വന്നിട്ടുണ്ട്, അത് എങ്ങനെയാണ് വന്നത് നിങ്ങളൊന്ന്, അദ്ദേഹം മാധ്യമരംഗത്ത് ബന്ധമുള്ള ഒരാളാണ്, നിങ്ങളൊന്ന് അന്വേഷിച്ച് പറഞ്ഞു തരണം, ഒന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അയാൾ പിന്നീട് ഒരൊറ്റ അക്ഷരമാസം എന്നോട് പറഞ്ഞിട്ടില്ല. എനിക്കറിയാം അയാൾ മുഖാന്തരമാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അയാളോട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള എനിക്കറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അയാൾക്ക് എന്തായിരിക്കും ലക്ഷ്യം? അയാൾക്ക് എന്തായിരിക്കും വൈരാഗ്യമോ? ആളുകളോടുള്ള പല മനുഷ്യരല്ലേ, ആ മനുഷ്യർ പല സ്വഭാവങ്ങളല്ലേ, ആ സ്വഭാവങ്ങളിൽ ഒരു സ്വഭാവമാണ് ഇത്തരത്തിലുള്ള വിനോദം എന്ന് ഞാൻ കണക്കാക്കി. അതിൻ്റെ ഭാഗമായി പലർക്കും വേണ്ടി ഒരാളെ ദുർബലപ്പെടുത്തുക, തകർക്കുക, പരിഹാസപ്പെടുത്തുക, അവമതിപ്പുണ്ടാക്കുക, ഈ ലക്ഷ്യത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കുന്നു. അതിനും പല ലക്ഷ്യങ്ങളുണ്ട്, താല്പര്യം ഉണ്ടായേക്കാം. അതെനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പുസ്തകത്തിൻ്റെ അടുത്ത ഘട്ടം എഴുതാൻ താങ്കൾ ആലോചിക്കുന്നു, അതിൻ്റെ ചെറിയ കുറിപ്പുകളൊക്കെ തയ്യാറാക്കി തുടങ്ങിയെന്നൊക്കെ നേരത്തെ പറയുന്നുണ്ടായിരുന്നു.
അത് എന്നേക്കാണ് പ്രതീക്ഷിക്കുന്നത്? അതിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, അന്ന് വിട്ടുപോയ ഒരുപാട് കാര്യങ്ങൾ പിന്നീടാണ് പലരും ഓർമ്മപ്പെടുത്തിയത്. അതുപോലെ തന്നെ പല കാര്യങ്ങളും അന്ന് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ചിലപ്പോൾ എൻ്റെ ജീവിത കാലഘട്ടത്തിൽ പറയാൻ പറ്റുന്നതായിരിക്കില്ല. അത് ശത്രുക്കളെ എണ്ണം വർദ്ധിപ്പിക്കാനും മറ്റു പലതിനും ഇടയാക്കിയേക്കുമോ എന്നെൻ്റെ ഒരു ഭയമുണ്ട്. അതുകൊണ്ട് ഏതായാലും ഞാൻ ആ കാര്യങ്ങളെല്ലാം എഴുതി വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിലും ഇനിയും പ്രസിദ്ധീകരിക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കും. പ്രസിദ്ധീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ രേഖയാക്കിയിട്ട് എഴുതി വെക്കും. അതായിരിക്കും ഏറ്റവും വലിയ വിപ്ലവം ഉണ്ടാക്കാൻ പോകുന്ന പുസ്തകം. ഞാൻ എഴുതുന്ന ഒരു കാര്യവും വസ്തുതാപരമായിരിക്കും, സത്യസന്ധമായി. താങ്കൾ ഇപ്പോഴും ശത്രുക്കളെ ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നില്ല, അല്ല ഞാനെന്താ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല, വെക്കുന്ന ഒരാൾ. ഞാനൊന്നും നേടാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു സ്ഥാനവും നേടാൻ ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഇനി ഞാനത് ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് തന്നെ ഞാൻ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്കും ഏറ്റുമുട്ടലിനും ഒന്നും ഇനി പോകാനും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ശാന്തമായി കഴിഞ്ഞുകൂടുക, ശാന്തമായി സഞ്ചരിക്കുക. പക്ഷേ അങ്ങനെ ഒരു നീറ്റലുണ്ടാക്കുന്ന ചില ഓർമ്മകളും സംഭവങ്ങളും ജീവിതത്തിലുണ്ട്. അത് എവിടെയെങ്കിലും രേഖപ്പെടുത്തും, പിന്നീട് വരും. എപ്പോഴെങ്കിലും അതിൻ്റെ കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിക്കട്ടെ എന്ന് ആഗ്രഹിക്കും. അതൊരു കേരളം കാത്തിരിക്കുന്നൊരു എഴുത്തായിരിക്കും എന്നാണ് തീർച്ചയായിരിക്കും. ചിലപ്പോഴത് ശ്രദ്ധേയമായ വിഷയങ്ങൾ തന്നെയായിരിക്കും. അതെ. ഞാൻ പഴയ താങ്കൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അന്ന് ഈ ഒരു പക്ഷേ ഈ RSS BJP കക്ഷികളുമായിട്ടുള്ള സംഘർഷമൊക്കെ വളരെ ശക്തമായി മൂർച്ഛിച്ചു നിന്നൊരു കാലമുണ്ടായിരുന്നു. അതിനൊക്കെ ഒരു വലിയൊരു പരിധിവരെ താങ്കളുടെ ഇടപെടൽ അത് അവസാനിപ്പിക്കുന്നതിന് താങ്കളുടെ ഒരു മുൻകൈ എടുത്തതായിട്ട് എനിക്കറിയാം. പലരും പറഞ്ഞു കേട്ടിട്ടുമുണ്ട്. താങ്കളും BJP അല്ലെങ്കിൽ RSS നേതാക്കളുമായിട്ടൊക്കെ എങ്ങനെയെങ്കിലും നമ്മൾക്ക് സംഘർഷം ഒഴിവാക്കി നാടിൻ്റെ വികസനം കുറേ കൂടി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്ന് അങ്ങനെയുള്ളൊരു ചിന്താഗതി താങ്കൾക്കുണ്ട്. അത് ശരി തന്നെയായിരുന്നില്ലേ? അതെ. ആ കാര്യങ്ങളൊന്നും ഞാൻ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. ഈ പള്ളിക്കുന്നിലുണ്ടായിട്ടുള്ള ഒരു ടെക്സ്റ്റൈൽ ഉടമ, അയാളത് മരിച്ചുപോയി, ഗംഗാധരൻ അദ്ദേഹം അതിൽ വലിയ പങ്ക് വഹിച്ച ഒരാളാണ്. അതായത് ഞാൻ പാർട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, RSS BJP സംഘർഷകാലത്ത് പാർട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള എല്ലാ നടപടികളിലും അതീവ ജാഗ്രതയോടുകൂടി തന്നെ പാർട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്തു. നല്ല ചെറുത്തുനിൽപ്പ്, RSSൻ്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള നല്ല ചെറുത്തുനിൽപ്പ് ശക്തിപ്പെടുത്തി. അതോടൊപ്പം അതല്ല വേണ്ടത്, നമുക്ക് സ്ഥിരമായൊരു സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാവുകയാണ്. ജനങ്ങളുടേതാണ് പ്രശ്നങ്ങൾ, ജനങ്ങളുടെ ഒരുപാട് ജീവിത പ്രശ്നങ്ങളാണ്. ആ അടിസ്ഥാനത്തിൽ സംഘർഷങ്ങളും സംഘട്ടനങ്ങളും ഇല്ലാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അതിനേതെല്ലാം വഴികൾ സ്വീകരിക്കാൻ കഴിയും, ആ വഴികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. വ്യക്തിപരമായ ബന്ധങ്ങൾ, പല വ്യക്തികളുമായി രാഷ്ട്രീയ നേതാക്കന്മാർക്കുള്ള ബന്ധങ്ങൾ, അതിനെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ, ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പാർട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ ആവശ്യമായതെല്ലാം ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ തേച്ച് ഞാനത് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അത് പ്രസിദ്ധീകരിക്കുന്ന അടുത്ത അധ്യായങ്ങളിൽ അതുണ്ടാകും. അത് നല്ല അതിൻ്റെ വിശദാംശം ഫലം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ശരിക്കും തീർച്ചയായും മാതൃഭൂമി തന്നെയാണ് ഞാൻ പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം മാതൃഭൂമി വേറെ തകരാറുകളും ഈ പ്രസിദ്ധീകരണ രംഗത്തൊക്കെ വളരെ ഉയർന്നൊരു നിലവാരം പുലർത്തുകയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരു പ്രസിദ്ധീകരണശാലയാണ് അവരുടേത്. അതുകൊണ്ട് തന്നെ എൻ്റെ അനുഭവത്തിൽ, അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചത് മാതൃഭൂമി പ്രിൻറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അടുത്തതും ഞാനിപ്പോൾ എഴുതി തയ്യാറാക്കി അത് രണ്ടാമത് പ്രസിദ്ധീകരിക്കാനുള്ള നടപടികളിലേക്ക് പോകും. പിന്നെ പ്രസിദ്ധീകരിക്കാൻ പാടില്ലാത്ത, ഇപ്പോൾ പ്രസിദ്ധീകരിക്കാൻ വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളടങ്ങിയിട്ടുള്ള എല്ലാം എഴുതി രേഖപ്പെടുത്തി അത് ഭദ്രമായി പ്രസിദ്ധീകരിക്കാൻ കഴിയത്തക്ക നിലയിലുള്ളൊരു സാഹചര്യത്തിൽ പ്രസിദ്ധീകരിക്കാൻ കഴിയുന്നവരുടെ കൈവശം ഏൽപ്പിക്കും. അതിനുവേണ്ടി കേരളം കാത്തിരിക്കും എന്നുള്ളതാണ് തീർച്ചയായും എൻ്റെ വിശ്വാസം. അത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ. അതെ. എന്നാലും അതിൻ്റെ ചില സൂചനകൾ കൊടുക്കാൻ പറ്റുമോ? എന്തൊക്കെയാണ് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ചോർന്നു പോകും. ഇപ്പോൾ അതിനൊരു മൂല്യമുണ്ട്, ഇപ്പോൾ ഒരു ആകാംക്ഷയുണ്ട്, അതിനൊരു ജിജ്ഞാസ, എന്താണിത് എന്നൊരു തോന്നലുണ്ട്. അത് അതിൻ്റെ ഒരു മാർക്കറ്റിങ്ങിനെ ശക്തിപ്പെടുത്തും. അല്ല, അത് മിക്കവാറും പാർട്ടി രഹസ്യങ്ങളായിരിക്കും. പാർട്ടി കമ്മിറ്റികളിലെ ചർച്ചകളും പിന്നെ നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ അതിൽ വരേണ്ടതല്ല. എല്ലാം ഉണ്ടാകും. ഈ ജയരേട്ടൻ എത്രയോ പതിറ്റാണ്ടുകളായി രാഷ്ട്രീയ രംഗത്തുള്ള ആളാണ്. ഒരുപാട് നേതാക്കൾ, പഴയ തലമുറയായാലും പുതിയ തലമുറയായാലും ഉള്ള ഒരുപാട് ആൾക്കാരുമായി കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ
സാധിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഒരു പല പങ്ക് വഹിച്ചിട്ടുണ്ട്. അതെ. അറിയപ്പെടാത്ത ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട്. മറ്റു പല പാർട്ടികളിലുള്ളവർക്ക് അറിയാവുന്ന ചില കാര്യങ്ങളുമുണ്ട്. എതിർ പാർട്ടിക്കാർ താങ്കളോടുള്ള സമീപനം എന്താണ് അന്നും ഇന്നും? ഇത് എന്നോടൊരു ശത്രുതാപരമായ സമീപനങ്ങൾ പൊതുവേ നേരത്തെ ഉണ്ടായിരുന്നു. വല്ലാത്ത ശത്രുതാപരമായ സമീപനങ്ങളായിരുന്നു RSS, BJP, കോൺഗ്രസിനൊക്കെ. അതിലിപ്പോൾ ഒരു അയവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ RSS നേതാക്കളുമായിട്ടൊക്കെ സൗഹൃദമുണ്ടോ? എനിക്ക് കോൺഗ്രസ് ശത്രുത നേതാക്കന്മാർ ഞാൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. എനിക്ക് വ്യക്തിപരമായ ഒരു വിരോധവും ആരോടും സ്ഥായിയായ ഒരു വിരോധവും ഞാൻ വെച്ച് പുലർത്താറില്ല. സ്ഥായിയായി ഒരാൾ ശത്രുവായി ഞാൻ കാണുന്നുമില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ എന്നെ കൊല്ലാൻ വന്നവരോട് പോലും എനിക്ക് അങ്ങനെ തിരിച്ചൊരു ശത്രുതയില്ലല്ലോ. ശത്രുത ഞാൻ വെച്ച് പുലർത്തുന്നില്ല. അത് വെച്ച് പുലർത്തിയാൽ ഞാനും അവരുടെ നിലവാരത്തിലേക്ക് എത്തിയില്ലേ. ഞാൻ ഉയർന്ന് ചിന്തിക്കുന്നു, ഉയർന്ന നിലപാട് സ്വീകരിക്കുന്നു, ഉയർന്നൊരു കമ്മ്യൂണിസ്റ്റ് ബോധത്തിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്നു. പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ആ ഒരു നിഷ്കളങ്കതയാണോ അല്ലെങ്കിൽ താങ്കളുടെ ഒരു ഹൃദയ വിശാലതയാണോ പ്രകാശ് ജാവ്ദേക്കർ ഫ്ലാറ്റിലേക്ക് കടന്നു വരാനുള്ള കാരണം? ജാവ്ദേക്കർക്ക് അദ്ദേഹത്തെ അറിഞ്ഞുകൂടാ. യാദൃച്ഛികമായി ഒരു ദിവസം ഞാനവിടെ ഉണ്ട് കേട്ടു, അതിലൂടെ പോകുമ്പോൾ വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു ദല്ലാൽ നന്ദകുമാർ അയാളാണ് കൂട്ടിയിട്ട് വരുന്നത്. അയാൾ എനിക്ക് കണ്ട് പരിചയമുള്ള ഒരാളാണ്. അയാൾ വാഹനത്തിൽ ട്രെയിനിലും പ്ലെയിനിലും ഒക്കെ പോകുമ്പോൾ ഒക്കെ അദ്ദേഹത്തെ കാണാറുണ്ട്. അങ്ങനെ പരിചയപ്പെട്ടു. അയാൾ അന്ന് എനിക്ക് തോന്നുന്നത് കോൺഗ്രസിൻ്റെ ഒരു അനുഭാവിയായിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹമാണ് ഒരു ദിവസം കൂട്ടിയിട്ട് വരുമ്പോൾ ഞാൻ വന്നപ്പോഴാണ് ഇയാളെ തന്നെ ഞാൻ കാണുന്നത്. ഒരു 5 മിനിറ്റൊക്കെ ഞങ്ങൾ പറഞ്ഞു പിരിഞ്ഞു. പക്ഷേ ആ വാർത്ത ബോധപൂർവം തെറ്റായി പ്രചരിപ്പിച്ചുകൊണ്ട് വാർത്തയുണ്ടാക്കുക ചെയ്ത് ദല്ലാളിനെ പോലെയുള്ള ഒരാളെ, ഒരു കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജാവേദ്കർ, BJPയുടെ ഉന്നതനായൊരു നേതാവ് കൂട്ടി നടക്കുന്നതിനെക്കുറിച്ച് ഒരാൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. അയാളാണല്ലോ കൂട്ടിയിട്ട് വരുന്നത്. ആരും ഇയാൾ തമ്മിൽ എന്താ ബന്ധം? അപ്പോൾ ഒരാൾ നമ്മളെ കാണാൻ വേണ്ടി, ഞാനിപ്പോൾ ആരും എന്നോട് കാണട്ടെന്ന് വെച്ചാൽ ഞാനൊരു തടസ്സം ആരോടും നിങ്ങൾ കാണണ്ടെന്ന് ഞാൻ ഒരാളോടും പറയാറില്ല. അല്ല, അതുകൊണ്ടാണ് ഒരാളോടും പറയാറില്ല. അങ്ങനെയുള്ള ഒരു തുറന്ന സമീപനമാണോ അപകടത്തിലാവുന്നത്? അത് അങ്ങനെയുള്ളൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഞാനൊരു ഘട്ടത്തിൽ ഒരു അപകടത്തിൽപ്പെട്ട കാര്യവും എനിക്കറിയാവുന്നതാണ്. ഒരു നല്ല സൗഹൃദത്തിലായി അങ്ങനെ ഒരാൾ ഒരു പൂജയും ഹോമവും ഒക്കെ നടത്തി നടക്കുന്ന ഒരാളാണ്. പക്ഷേ ഒരു ക്രിമിനൽ സംഘമായിരുന്നു അന്ന്. അവർക്കൊക്കെ എന്നോട് ശത്രുതയുള്ളൊരു കാലഘട്ടമായിരുന്നു. പക്ഷേ സൗഹൃദത്തിൻ്റെ മേലെ അവർ എന്നെ ഒരു സ്ഥലത്തേക്ക് ക്ഷണിക്കുന്നു. അവരുടെ ഒരു പരിപാടി, അവരുടെ പരിപാടിയായിട്ടല്ല. ഇവിടെയാണ്, കണ്ണൂരാണോ? അവിടെ എത്തിയപ്പോഴാണ്. കണ്ണൂരാണോ? കണ്ണൂരല്ല, തിരുവനന്തപുരത്ത്. അവിടെ എത്തിയപ്പോഴാണ് പെട്ടെന്ന് എനിക്കിത് ഓർമ്മിച്ച് തരാൻ ഇച്ചിരി അപകടത്തിലാണ് ഞാൻ ചെന്ന് ചാടിയിട്ടുള്ളത്. പക്ഷേ ഞാൻ വളരെ പെട്ടെന്ന് എൻ്റെ ബുദ്ധിപൂർവ്വം രക്ഷപ്പെടുകയാണ് ചെയ്തത്. അത് അപകടത്തിൽപ്പെടുത്താനുള്ളതാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യം പിന്നീടുണ്ടായി. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരാളുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുമ്പോൾ ഒരു നേരത്തെ ഒരു അന്വേഷണം നടത്തില്ലേ? നമ്മൾ സാധാരണഗതിയിൽ ഈ ആളുകൾ വന്ന് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ വിശ്വസിക്കുക. നമുക്ക് അറിയില്ലല്ലോ. അല്ല, അതാണ് ഞാൻ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളൊക്കെ വന്ന് നിഷ്കളങ്കതയാണോ ഹൃദയവിശാലതയാണോ പലപ്പോഴും അപകടത്തിലേക്ക് നമുക്ക് ഒരാളെ അവിശ്വസിക്കേണ്ടയോ, ഒരാളെ അറിയാത്ത ആളുകൾ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കാറില്ല. അറിയുന്ന ആളുകൾ അല്ലെങ്കിൽ പൊതുവെ വിഷമങ്ങളൊക്കെ വന്ന് പറയുമ്പോൾ അതിനോടുള്ളൊരു വളരെ അനുകൂലമായൊരു മാനസികാവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ പാടില്ല എന്നുള്ളതാണ് എനിക്ക് തന്നെ ഇപ്പോൾ തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അത് നമ്മളെ ദുരുപയോഗപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചേക്കാം. പക്ഷെ അതിൽ ഞാൻ ജാഗ്രത പാലിക്കാറുണ്ട് എപ്പോഴും. പക്ഷേ ഇതൊക്കെ ഒരു വിവാദമാക്കി കൊണ്ടുവരുന്നത് കൂടെ നിൽക്കുന്നവരാണോ, പാർട്ടിക്കാരാണോ? കൂടെ നിന്നവർ മാധ്യമങ്ങളാണ്. പക്ഷേ മാധ്യമങ്ങളൊന്നും എവിടുന്നെങ്കിലും ഒരു ഫീഡിങ് അവർക്ക് കിട്ടണ്ടേ? അത് കൂടെ നിന്നവർ കൂടെ നിന്നവരാണെന്നും പറയാൻ കഴിയില്ല. പലരുടെ ആളുകളായിട്ടാണ് രംഗപ്രവേശനം മനസ്സിലാക്കുന്നത്. ഒരാൾ വന്ന് പെരുമാറുന്നു, എനിക്കറിയില്ല അയാൾ ഇന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് വരുന്നതെന്ന്. അയാളുമായിട്ട് ഉള്ളത് തുറന്ന് അയാളൊരു കാര്യം പറയുന്നു, ഉള്ളത് സംസാരിക്കുന്നു, നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നു. പക്ഷേ അത് ചതിയും വഞ്ചനയുമായിട്ടാണ് വരുന്നതെന്ന് മനസ്സിലായാൽ പിന്നെ അവരടുപ്പിക്കില്ല. അങ്ങനെ പല താല്പര്യക്കാരും വരും. ഞങ്ങളുടെ അടുത്ത് ഞാനിപ്പം പറയുന്നത്, നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുന്ന അവസരത്തിൽ സെൽഫി എടുക്കാൻ ആൾ വരും. ആരെല്ലാമാണ് ഫോട്ടോ എടുത്തതെന്ന് എനിക്കറിഞ്ഞുകൂടാ. നിങ്ങൾ ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം വാർത്തയായിരിക്കും അത്. അതുകൊണ്ട് പലരും സെൽഫി എടുക്കുന്നുണ്ട്. ഏതെല്ലാം ആളുകളുടെ സെൽഫിയിലാണ് നമ്മളുള്ളതെന്ന് പറയാൻ പറ്റില്ല. അത് അങ്ങനെയാണ് ഇന്നത്തെ ഈ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ ഞങ്ങൾക്കെന്താ വെച്ചാൽ ഈ ജനങ്ങൾക്കിടയിലായതുകൊണ്ട് ആളുകളെ വെറുപ്പിക്കാൻ സാധാരണ മനസ്സ് വരാറില്ല. അതുകൊണ്ട് വരുന്നവരോടെല്ലാം സൗഹൃദമായി പെരുമാറും, സൗഹൃദമായി പറയും, കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു നിലയാണ്. അതാണ് ജീവിതത്തിൽ തുടരുന്നത്. പാർട്ടിയിൽ ഏറ്റവും അടുപ്പമുള്ള നേതാവാരാ? ഏറ്റവും
അടുപ്പമുള്ള സ്നേഹം അല്ലെങ്കിൽ വിശ്വാസമുള്ള നേതാവ് ആരാണ്? എല്ലാവരുമായിട്ട് നല്ല അടുപ്പവും വിശ്വാസവും തന്നെയാണ്. പക്ഷേ ഞാൻ ഏറ്റവും അടുത്ത് എത്രയും അടുത്ത് കുറേ കാലം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് വന്നിട്ടുള്ള ഒരാൾ പിണറായിയാണ്. അതായത് നമ്മുടെ അത് പിന്നെ കോടിയേരി ബാലകൃഷ്ണനാണ് ഉണ്ടായിരുന്നത്. അത്രയും അടുപ്പത്തിൽ ആ ചെറിയ കാലം മുതൽ ഒന്നിച്ച് തന്നെ വന്നിട്ടുള്ള ഒരാൾ. പിന്നെ അങ്ങനെ അത്ര അടുത്ത് ദീർഘകാലം ഒന്നിച്ച് തന്നെ പ്രവർത്തിച്ച് വന്നിട്ടുള്ള ആളുകൾ വേറെയില്ല. കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. പിന്നെ ഇന്നുള്ളതിൽ പിണറായിയാണുള്ളത്. അന്ന് എൻ്റെ ഓർമ്മയിൽ അന്ന് മുതൽ, അതായത് ഞാൻ പാർട്ടിയിൽ വന്ന കാലഘട്ടം മുതൽ ഒന്നിച്ച് അദ്ദേഹത്തിനോടൊപ്പം തന്നെ നിന്ന് അദ്ദേഹം പറയുന്നതെല്ലാം കേട്ടും അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കിയും ഒക്കെ പ്രവർത്തിച്ചു വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ഇന്ന് വരെയുള്ള ജീവിത കാലഘട്ടത്തിൻ്റെ അടുത്ത ബന്ധമുള്ള വ്യക്തി പിണറായി വിജയൻ തന്നെയാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ്. ആ ബന്ധവും കരുതലും ഇപ്പോഴും അതേ ഊഷ്മളതയോടുകൂടി അതിന് ഏതെങ്കിലും തരത്തിൽ ഒരു ഘട്ടങ്ങളിലും എനിക്ക് വരെ എന്തെങ്കിലും തോന്നുകയോ ചിന്തിക്കുകയോ ചെയ്യേണ്ട കാര്യം ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ പ്രത്യേകിച്ചൊന്നും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും പ്രത്യേക താല്പര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടാതിരിക്കുമ്പോഴല്ലേ ആളുകളുടെ വിരോധം വരിക, അല്ലെങ്കിൽ വെറുപ്പ് വരിക. ഞാനങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എനിക്കൊരാളോടും വിരോധമോ വെറുപ്പോ ശത്രുതയോ ഒന്നും വരേണ്ട ഒരു കാര്യവുമില്ല. ഉള്ള സ്നേഹവും ബഹുമാനവും അതുപോലെ പോകും. ഈ പാർട്ടി കമ്മിറ്റികളിലോ താങ്കൾ പങ്കെടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഇല്ലാത്തപ്പോഴോ അല്ലെങ്കിൽ രഹസ്യമായോ ഒക്കെ പാർട്ടി ഘടകങ്ങളിൽ താങ്കൾക്കെതിരെ എന്തെങ്കിലും വിമർശനം വരുമ്പോൾ അതിനെങ്ങനെയാണ് സ്വീകരിക്കാറ്? ഈ വരുന്ന വിമർശനങ്ങളെല്ലാം ഞാൻ വ്യക്തിപരമായിട്ടാണെന്ന് കാണുന്നില്ല. കാരണം വ്യക്തിപരമായി ഞാനൊരു നേട്ടം ഉണ്ടാക്കാനും നോക്കത്തില്ല. പാർട്ടി കാര്യങ്ങൾ പറയുക, പാർട്ടിയെ ശക്തിപ്പെടുത്തുക, അതിനുള്ള നടപടികൾ സ്വീകരിക്കുക. അതിന് സഹായകരമല്ലാത്ത വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിമർശനങ്ങളെ ശരിയായ ബോധത്തിലേക്ക് മാറ്റി തീർക്കുക. ഇതാണ് പാർട്ടി കമ്മിറ്റി ചെയ്യുന്നത്. പാർട്ടി നയത്തിൻ്റെ മേലെ ഉണ്ടാകുന്ന വിമർശനങ്ങൾക്ക് തെറ്റിദ്ധാരണകൾ തിരുത്തി ശരിയായ ബോധത്തിലേക്ക് പാർട്ടി സഹാക്കളെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പൊതു നിലപാട്. ആ നിലപാട് സ്വീകരിക്കും. അല്ല, പാർട്ടി കമ്മിറ്റികളിൽ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾക്കൊന്നും പാർട്ടി കമ്മിറ്റികളിൽ തന്നെ ചിലപ്പോഴൊക്കെ താങ്കൾ അങ്ങനെ മാധ്യമങ്ങളിലൊക്കെ കാണാറുണ്ട്, താങ്കൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ പലതും മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. മാധ്യമങ്ങൾ ഇത് അറിഞ്ഞുകൊണ്ടൊന്നല്ല പ്രസിദ്ധീകരിക്കുന്നു. അല്ല, അത് ആരെങ്കിലും ഫീഡ് ചെയ്യുന്നുണ്ടാവില്ല. ചില അങ്ങനെ ഒരു ശീലങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. മാധ്യമങ്ങൾക്കും എന്താ വെച്ചാൽ എന്തും വാർത്ത കൊടുക്കാമെന്നൊരു ധാരണയിലായി മാധ്യമങ്ങൾ. പണ്ടൊന്നും മാധ്യമങ്ങൾ അങ്ങനെയൊന്നും കൊടുക്കില്ല. അവർക്ക് അവർ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതേ കൊടുക്കൂ. ഇപ്പോഴതെല്ലാം പോയി മാറിയിട്ട് എന്താ വെച്ചാൽ വാർത്തകൾ ഉണ്ടാക്കുക, ചില ആളുകൾക്ക് വേണ്ടി വാർത്ത കൊടുക്കുക, ചില ആളുകളെ ബൂസ്റ്റ് ചെയ്യുക, അപ്രമാദിത്വം ഉണ്ടാക്കുക. ഇതെല്ലാം ഇപ്പോൾ മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്ന മാധ്യമങ്ങളെക്കുറിച്ച് എനിക്ക് പരിഹാസ്യത മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞാൽ PR വർക്കും സോഷ്യൽ മീഡിയയും അതിനകത്തില്ലാത്ത മാഹാത്മ്യങ്ങളൊക്കെ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ശീലം. PR വർക്ക് ഇപ്പോൾ ഒരു ശീലമായി. PR വർക്ക് ഇപ്പോൾ ശീലമായി. അത് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ ആ PR വർക്ക്? അതൊക്കെ ഇപ്പം ജനങ്ങൾ തിരിച്ചറിയുന്നു. മുമ്പ് ഇത് ആൾക്കറിയില്ലായിരുന്നു. ഇപ്പോഴാളുകൾക്ക് ഇതെല്ലാം മനസ്സിലായി. ഇതൊരു PR വർക്കാണ്. ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നതൊക്കെ ഇത് ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ AI കാലമല്ലേ, എന്തും ചെയ്യാം. അതുകൊണ്ട് ഇപ്പോൾ ആളുകൾക്ക് ഇതെന്തും ഉണ്ടാക്കാനും പ്രചരിപ്പിക്കാനും കഴിയുന്നു എന്നുള്ള ഒരു തോന്നലിലേക്ക് സമൂഹം എത്തുകയാണ്. അതുകൊണ്ട് ആ സമൂഹത്തിൻ്റെ മുമ്പാകെ ഇനി കുറച്ചു കാലം കൂടി ഈ സോഷ്യൽ മീഡിയ ഒക്കെ ആക്ട് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ആളുകൾക്ക് തട്ടിപ്പാണ്, ഇതെല്ലാം തെറ്റായിട്ടുള്ള വാർത്തകളാണെന്ന് തോന്നും. പക്ഷേ താങ്കളുടെ പാർട്ടി തന്നെയാണ് ഏറ്റവും കൂടുതൽ PR സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതാണ് ആക്ഷേപം. അല്ല, PR വർക്ക് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ആ PR വർക്ക് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇന്നത്തെ പ്രചരണ രംഗങ്ങളിൽ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഇന്നൊരു ശീലമല്ലേ. പണ്ട് കാലത്ത് നടത്തുന്ന പോലെ ഇന്നത്തെ യോഗങ്ങളും തോരണങ്ങളും കൊടികളും ഒക്കെ എല്ലാം ഇവൻറ്റ് മാനേജ്മെൻറ്റ് രീതിയിൽ പോയില്ലേ. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. പണ്ട് ഞങ്ങളതിൽ തന്നെ പോയി കുത്തിയിരുന്ന് വാക്കറ്റിൽ പിന്നെ കുമ്മായം കലക്കി ചുമരെഴുതു. അതില്ലല്ലോ. അതുപോലെ തന്നെ ഞങ്ങൾ തന്നെ മുളയെല്ലാം എടുത്ത് കൊണ്ടുപോയി കൊടി കെട്ടിയിട്ട് ഓരോ സ്ഥലത്തും കുഴിച്ചിട്ട് കൊടി നാട്ടും. ഇപ്പോൾ ഇതെല്ലാം മാറി പല രംഗങ്ങളിൽ ഇതിൻ്റെ മാറ്റം വന്നില്ലേ. ഇപ്പോൾ കൊടി കെട്ടാൻ സ്ഥലമില്ലാണ്ടായി. അതുപോലെ തന്നെയുള്ള രീതികളിലൊക്കെ മാറ്റം വന്നു പോയില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. പ്രവർത്തന രംഗങ്ങളിൽ മാറ്റങ്ങളുണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ട് ഇവൻറ്റ് മാനേജ്മെൻറ്റ് പല കാര്യങ്ങളും ഇപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന സ്ഥിതിയും വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ലോകം. പ്രത്യേകിച്ച് പരിപാടികൾ, പാർട്ടി യോഗങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഒരു ദിവസം എങ്ങനെയാണ്?
എത്ര മണിക്ക് എഴുന്നേക്കും? എങ്ങനെയാണ് ഒരു അല്ല, ദിവസം? ഞാനില്ലെങ്കിൽ ഇവിടെ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കും. രാവിലെ എത്ര രാവിലെ ടി വി എഴുന്നേക്കും? കാണും. രാവിലെ 10 മണിയാകുമ്പോൾ കുറച്ച് നടന്ന് എല്ലാം കൂടി വന്ന് വരുമ്പോൾ പിന്നെ യോഗ എക്സസൈസ് അങ്ങനെയൊക്കെ ഉണ്ട്? യോഗ ഞാൻ നടത്തേ ഉള്ളൂ. ഇപ്പോൾ യോഗയൊന്നും ഇല്ല. ഇല്ല. പിന്നെ അത് കാലിന് ഒക്കെ വിഷമമുള്ളതുകൊണ്ട് യോഗയൊക്കെ കുറഞ്ഞു പോയി. പിന്നെ അത്യാവശ്യം നടക്കും. ഇവിടെ വീട്ടിൽ വന്ന് ടി വി കാണും, പത്രങ്ങളെല്ലാം വായിക്കും. പിന്നെ അത്യാവശ്യം എഴുതാനും വായിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി വായിക്കും. പിന്നെ അങ്ങനെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് ഒരു 2 മണിയാകുമ്പോൾ 2 കൂടി ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഉറക്ക്, ഒരു അരമണിക്കൂർ ഉറങ്ങും. പിന്നെ എഴുന്നേറ്റ് മുഖലം കഴിയുമെന്നിങ്ങനെ പറമ്പലെല്ലാം പോയി വരും. പശുക്കളൊക്കെ ഉള്ളപ്പോൾ പശുവിൻ്റെ ആരെയെല്ലാം പോയി നോക്കിയിട്ട് വരും. 6 പശു ഉണ്ടായിരുന്നു, എല്ലാം പോയി, എല്ലാം കൊടുത്തു. ഇപ്പോൾ 2 പശുവിനെ ഒരാഴ്ച മുമ്പ് കൊടുത്തു. ഇപ്പോൾ പശുവിൽ ഇനിയിപ്പോൾ നമ്മുടെ ആവശ്യത്തിന് കൂടി ഒരു പശുവിനെ വാങ്ങണം. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കും. വൈകുന്നേരം വന്നാൽ ഇവിടെ തന്നെ ഈ വഴി പോകാനൊന്നും ഇല്ലെങ്കിൽ ഇവിടെ തന്നെ വീട്ടിൽ വന്ന് ടി വിയും വാർത്തകൾ മുഴുവൻ കാണും. ഉറക്കം എത്ര മണി? ഉറക്കം ഞാനൊരു 10 മണി കഴിയാതെ ഉറങ്ങുന്നത് 10:30-11 മണിയൊക്കെ ആവും. എന്തെങ്കിലും അത്യാവശ്യം അങ്ങനെ വായിക്കാനുള്ളതൊക്കെ എന്തെങ്കിലും നോക്കി വായിച്ച് എഴുതി എല്ലാം. ഇപ്പം മറ്റ് ഹോബി സിനിമ അല്ലെങ്കിൽ സിനിമയോടൊന്നും എനിക്ക് യാതൊരു താല്പര്യമില്ല. കാണാറില്ല. അതൊന്നും ഞാൻ താരതമ്യേന കുറവാണ്. എൻ്റെ ഒരു അനുഭവത്തിൽ താങ്കൾക്ക് എല്ലാ സിനിമക്കാരുമായിട്ടും പാട്ടുകാരായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടല്ലോ? ഉണ്ടായിരുന്നു അല്ലേ? സിനിമാക്കാരായിട്ട് എനിക്ക് ബന്ധമുണ്ട്. പക്ഷേ സിനിമ കാണാറുമില്ല. സിനിമ ഞാൻ പൊതുവെ കാണുന്നത് കുറവാണ്. സമയമില്ലാത്തതുകൊണ്ടായിരുന്നോ? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അതിന് പ്രത്യേകിച്ചൊരു സമയം ലഭ്യമല്ലാത്തൊരവസ്ഥ വന്നു. പിന്നെ എല്ലാം കഴിഞ്ഞിരിക്കുമ്പോൾ ഇവിടെ നിന്ന് നേടി ഒരു സിനിമ ടാക്കീസിലും പോയി ഒരു സിനിമ കാണുക എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു നമ്മുടെ ഒരു ഇതിൻ്റെ വിഷമമുണ്ടാക്കുന്നൊരു തോന്നലാണ് എനിക്ക്. അവിടെ ഇവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് ഞാൻ അടുത്ത കാലത്തൊന്നും ഒരു സിനിമ ടാക്കീസിലും പോയി സിനിമ കണ്ടില്ല. പിന്നെ ഞാൻ ടി വി കാണോ? ചാനലിൽ ടി വിയിൽ ചില സിനിമകൾ, അത് എല്ലാ സിനിമയും തികച്ചും കാണില്ല. കുറച്ച് കണ്ട് എനിക്ക് അത് താല്പര്യമുള്ളൊരു വിഷയം ഈ ആക്ഷൻ സിനിമകളാണ്. ആക്ഷൻ സിനിമ ഞാൻ കാണും. അതിപ്പോൾ അടി നടക്കുന്നുണ്ടെങ്കിൽ അവിടെ അത് അട വെച്ചിട്ട് ആ അടി തീരുന്നവരവിടെ ഇരിക്കും. ആക്ഷൻ സിനിമ എനിക്ക് താല്പര്യമുള്ളതാണ്. അതും അധികം ആക്ഷൻ സിനിമ മലയാളം. മറ്റേ സിനിമകളൊന്നും പലതും എല്ലാം ഒരു പിന്നെ ഇതെല്ലാം എൻ്റെ മനസ്സിൽ തന്നെ ഇതെല്ലാം ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതല്ലേ. പിന്നെ നമ്മൾ തന്നെ ഇത് കണ്ടിട്ട് ഈ സമയം കളയുന്നു എന്നൊരു തോന്നലും വന്നു പോകും. ഇപ്പോൾ ചിലപ്പോൾ ഈ മലയാള സിനിമയിൽ തന്നെ എന്താ വെച്ചാൽ ചെരുപ്പ് വിട്ട് മുണ്ട് കൊടുത്തിട്ടായിരിക്കും ആൾ അടിക്കാൻ പോകുന്നത്. ചവിട്ടി ആളെല്ലാം ഇട്ട് അടിക്കുമ്പോൾ ചെരുപ്പ് കാലത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്തിനിങ്ങനെ ഇതെന്തൊരു കഥയാണ്, ഇങ്ങനെ ഏതൊക്കെ സംഭവിക്കും. അപ്പോൾ യാഥാർത്ഥ്യവുമായി പൊരുത്തമില്ലാത്തതല്ലേ ഈ സിനിമകളെല്ലാം. അതുകൊണ്ട് തന്നെ പൊതുവെ ഈ സിനിമ കാണുന്നതിനോട് തന്നെ അത് പ്രേക്ഷകനൊരു രസം കൊടുക്കുക എന്നുള്ളത് മാത്രം. പിന്നെ ഞാനിപ്പോൾ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ളൊരു സിനിമ നടന്നത് നമ്മളെ മോഹൻലാലിൻ്റെ പുലിമുരുകനാണ്. അതാണ് അവസാനം കണ്ടത്. പുലിമുരുകൻ സിനിമ ഞാൻ കണ്ടത്. പിന്നെ അത്യാവശ്യം ഏതെങ്കിലും അല്പഭാഗം കണ്ടിട്ടങ്ങ് പോകും. തേച്ചും കാണുന്ന പ്രശ്നമേ ഇല്ല. മോഹൻലാലാണോ ഇഷ്ടനടൻ? മോഹൻലാൽ ഞാനായിട്ട് അടുത്ത് നല്ല സൗഹൃദമുള്ള ഒരാളാണ്. അങ്ങനെയാണ് അയാൾ നമ്മുടെ ദേശാമാരിയുടെ അക്ഷരമുറ്റം പരിപാടിയുടെ പിന്നെ ബ്രാൻഡ് അംബാസഡറായിട്ട് വന്നത്. അങ്ങനെ അദ്ദേഹം വളരെ നല്ലതിൽ തന്നെ ആ കാര്യം ഞാനുള്ളയുടെ തുടക്കം നല്ലതുപോലെ തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. നല്ലൊരു മനുഷ്യനാണ്, അതെനിക്കറിയാം. മമ്മൂട്ടിയായിട്ടും അതുപോലെ തന്നെ മരിച്ച ശ്രീനിവാസന് ഞാനൊരു ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരാളാണ്. ഞാൻ ഇതിനിടെ അത് കണ്ടു. അത് ശ്രീനിവാസൻ അന്തരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അനുസ്മരണം, ആ അനുസ്മരണത്തിൽ നമ്മുടെ സിനിമാ സംവിധായകൻ തൃശ്ശൂരിലെ സത്യനന്തിക്കാട് അദ്ദേഹത്തിനൊരു പ്രസംഗം ഞാൻ കേട്ടു. ആ പ്രസംഗത്തിൽ അദ്ദേഹം ശ്രീനിവാസനെ കാണാൻ പോയപ്പോൾ ശ്രീനിവാസൻ ഈ അന്തിക്കാടിനോട് പറഞ്ഞത്, നിങ്ങളിനി വരുമ്പോൾ പിന്നെ നമ്മുടെ MD വാസുദേവൻ നായരുടെ ജീവചരിത്രവും EP ജയരാജൻ്റെ ആ പുസ്തകം ഒന്നേ കൊണ്ടുവരണം എന്ന് അന്തിക്കാടിനോട് പറഞ്ഞതായി അന്തിക്കാട് തന്നെ ആ അനുസ്മരണ യോഗത്ത് പറയുന്നുണ്ട്. വ്യക്തിപരമായിട്ട് ഏറ്റവും അടുത്തുള്ള പിന്നെ നേരത്തെ സിനിമയിൽ വന്നതിന് ശേഷമുള്ള ബന്ധമാണോ? വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ആദ്യം അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിന് വിട്ടു. ഞാനും കോടിയേരി ബാലകൃഷ്ണനും ഒരു ദിവസം തലശ്ശേരിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം തലശ്ശേരിയിൽ വീടെടുത്തിരുന്നു. ആ വീട്ടിൽ കൂടുതലെന്നായിരുന്നു പൂക്കോട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞാൽ പിന്നെ നമുക്ക് ശ്രീനിവാസൻ്റെ വീട്ടിൽ പോവാം. അങ്ങനെ ഞങ്ങൾ കോടിയേരിയുടെ വീട്ടിലേക്ക് പോവാണ്. നേരെ ഞങ്ങൾ രണ്ടുപേരും ശ്രീനിവാസൻ്റെ വീട്ടിൽ പോയി. അന്ന് അവിടെ ചായയെല്ലാം കഴിച്ച് ഒരു പഴമൊക്കെ തന്നിട്ട് പഴമെല്ലാം കഴിച്ച് 2 വർത്താനെല്ലാം വെച്ച് ഡയലോഗ് വെച്ച് ഞങ്ങളവിടുന്ന്. അതിനുശേഷം പലപ്പോഴും അദ്ദേഹവുമായിട്ട് സൗഹൃദം. എൻ്റെ 2 മക്കളുടെ കല്യാണത്തിനും അദ്ദേഹം വന്നിരുന്നു. അപ്പോൾ എവിടെയും കണ്ട് ചിലപ്പോഴൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു ഏറ്റവും നല്ല അടുത്ത സൗഹൃദ ബന്ധമുള്ള
ഒരു ആയിരുന്നു. പിന്നെ എനിക്ക് മറ്റു പല നടന്മാരുമായിട്ടും നല്ല അടുത്ത സൗഹൃദമുണ്ട്, നല്ല സൗഹൃദമുള്ളവരാണ്. ഇ.പി. ജയരാജൻ നല്ല ഭക്ഷണപ്രേമിയായിരുന്നു. ഞാൻ ഭക്ഷണപ്രേമിയായിരുന്നു. പക്ഷേ ഞാൻ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ താങ്കൾ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ 1-2 സമയത്തൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ താങ്കൾ നല്ല ഫിഷ് ഫ്രൈയും ചിക്കനൊക്കെ നന്നായിട്ട് കഴിക്കുമായിരുന്നു. ഇപ്പോൾ വളരെ തടിയൊക്കെ കുറഞ്ഞു. അത് ഭക്ഷണത്തിൽ ക്രമീകരണം വന്നോ? നല്ല ക്രമീകരണമാണ്. ഇപ്പം ഞാൻ ഭക്ഷണം യഥാർത്ഥത്തിൽ വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ. അവിടെ നല്ലവണ്ണം ഭക്ഷണം കഴിക്കും. നല്ല മത്സ്യവും മീനും എല്ലാം, മത്സ്യവും ഇറച്ചി എല്ലാം പൊരിച്ചതും ഏത് കിട്ടിയാലും നല്ല ഭക്ഷണം കഴിക്കും. പക്ഷേ ഇപ്പോൾ അതൊക്കെ പോയി. അത് ഏതെങ്കിലും വൈദ്യർ ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ് കൊണ്ടാണോ, അല്ലെങ്കിൽ അഡ്വൈസ് ഉണ്ട്? സ്വന്തമായിട്ട് പിന്നെ ഈ ചെമ്മീൻ, അതുപോലെ തന്നെ കല്ലുമ്മക്കായി, ഞണ്ട്, ഓടുള്ള ഫിഷൊന്നും, ഷെൽ ഫിഷ് കഴിക്കരുതെന്ന്, പിന്നെ സീ ഫുഡ് ഇതൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പോൾ അതെല്ലാം പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു. അപ്പോൾ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയും പിന്നെ രോഗപ്രതിരോധത്തിനും വേണ്ടി ചില മത്സ്യങ്ങളും എല്ലാം ഉപേക്ഷിക്കാൻ തുടങ്ങി, ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് പൊതുവേ ഭക്ഷണം ലഘൂകരിച്ച് കൊണ്ടുവന്നു. ഇപ്പോൾ വളരെ കുറച്ചേ കഴിക്കും. എന്താണ് ഇപ്പോൾ രാവിലെ എന്താ കഴിക്കുക? രാവിലെ 2 ഇഡ്ഡലി കഴിക്കും, അല്ലെങ്കിൽ ഒരു ദോശ കഴിക്കും, ഒരു മുട്ട കഴിക്കുന്നുണ്ടാവില്ല, 1-2 മുട്ട കഴിക്കുന്നുണ്ടാവില്ല. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി അടിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരി മറ്റേ ഇതൊക്കെ അടിച്ചിട്ടൊരു ഗ്ലാസ് ജ്യൂസ് തരും. അതൊരു എനർജറ്റിക് ആയിട്ടുള്ള ജ്യൂസാണ്, അത് കഴിക്കും. പിന്നെ ചായ കഴിക്കും. ഇവരെല്ലാം മധുരമൊക്കെ ചേർത്തുകൊണ്ട് തന്നെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. കാരണം അങ്ങനൊരു ഷുഗർ പ്രശ്നം എനിക്ക് വന്നിട്ടില്ല. കൊളസ്ട്രോളോ BP ഒന്നുമില്ല. എങ്കിലും അതെല്ലാം മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. പാർട്ടിയിൽ അല്ലെങ്കിൽ താങ്കളുടെ പ്രസ്ഥാനത്തിൽ കോൺഗ്രസിൽ പലപ്പോഴും കേട്ടിട്ടുണ്ട് പിന്നെ ഈ പിന്തുടർച്ച കൊടുക്കുന്ന ശീലങ്ങൾ. ഇപ്പോൾ അച്ഛൻ പോയാൽ മകൻ, ഭർത്താവ് പോയാൽ ഭാര്യ എന്നൊക്കെയുള്ളത്. അങ്ങനെ CPM അങ്ങനെ ഒരു ശീലം കടന്നു വരുന്നതായി തോന്നുന്നുണ്ട്. ഇത് ഈ അധികാര സ്ഥാനങ്ങളിലേക്ക് ബന്ധു നിയമനങ്ങൾ, ശുപാർശകൾ വരുന്നത് പാർട്ടിയിൽ വരുന്നതായി തോന്നുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് ഞാൻ പരിശോധിച്ചിട്ട് പറയാം. ബന്ധു നിയമനങ്ങൾ കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു ആക്ഷേപം ഞാൻ കേട്ടിട്ടില്ല. അല്ല, ഞാൻ തെരഞ്ഞെടുപ്പ് രംഗങ്ങളിലേക്കാണ് ചോദിച്ചത്, നിയമനങ്ങളല്ല ഞാൻ പറഞ്ഞത്. അത് സ്ഥാനാർത്ഥിത്വങ്ങളൊക്കെ നൽകുന്നതിൽ വ്യക്തിപരമായ ആക്ഷേപങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പാടില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിരീക്ഷണം. പിന്നെ ബന്ധു നിയമനങ്ങൾ എന്നെക്കുറിച്ചൊന്നും ആർക്കൊന്നും പറയാനില്ല. പിന്നെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ കേട്ടാൽ മാത്രമേ അതിന് മറുപടി പറയാൻ പറ്റൂ. നമ്മൾ ഇത്രയും നേരം മാതൃഭൂമി.com സംസാരിച്ചത് CPM കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ E.P. ജയരാജനാണ്. വളരെ നല്ല ഒരു പൊതുപ്രവർത്തകൻ, എല്ലാവർക്കും സ്വീകാര്യനായ ഒരു നേതാവ് എന്ന രീതിയിലാണ് ജയരാജേട്ടനെ കണ്ണൂരിൽ പ്രത്യേകിച്ചും കേരളത്തിൽ എല്ലായിടത്തും വലിയ സ്വീകാര്യതയുള്ളൊരു മനുഷ്യൻ എന്ന രീതിയിലാണ് നമ്മളെല്ലാം കാണുന്നത്. പക്ഷേ അദ്ദേഹം എന്താ പറയുക, ഇടക്കാലത്ത് നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായി ഇപ്പോൾ വളരെ പക്വതയോടുകൂടിയുള്ള സംസാരം, ഒരു സാത്വിക ഭാവത്തിലേക്ക് കടക്കുന്നതായിട്ട് എനിക്ക് കുറേയായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനത് താങ്കളോട് തന്നെ നേരിട്ട് ചോദിക്കണമെന്ന് ചോദിച്ചു. സാത്വിക ഭാവമാണ് നല്ലതെന്ന് അല്ല, അങ്ങനെ താങ്കളിലേക്ക് അങ്ങനെ ഒരു ഭാവം കടന്നു വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. യുവത്വ കാലഘട്ടത്തിൽ പ്രസരിപ്പ് കൂടിപ്പോയി. അപ്പോൾ ഇപ്പോൾ വാർദ്ധക്യ കാലഘട്ടത്തിൽ സാത്വികനായി സാത്വിക ഭാവത്തോടു കൂടി ലളിത ജീവിതം നയിച്ച് ചുരുങ്ങി വരുന്നതാണ് നല്ലത്.